അനുഗ്രഹത്തിനായി നമുക്കൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് വരുന്നു. സ്വർഗീയ പൗരത്വത്തെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചവർ. അപ്പോൾ സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളെപ്പറ്റി നമ്മൾ കേട്ടു. ഇന്നലെ ഒരു സഹോദരി ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. നമ്മൾ സ്നാനപ്പെടുകയും രക്ഷിക്കപ്പെടുകയും, അല്ലെങ്കിൽ ഒരു വ്യക്തി സ്നാനപ്പെട്ടാലേ രക്ഷിക്കപ്പെടത്തുള്ളൂ എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നമ്മൾ തുടർച്ചയായിട്ട് വചനം കേട്ട് വരുന്നത് കൊണ്ട് അതിൻ്റെ തുടർ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ആ ഒരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശുവിനെ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞു, യേശുവിനെ കർത്താവ് എന്ന് നാം വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം രക്ഷിക്കപ്പെടും, കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തി രക്ഷിക്കപ്പെടും. എന്നാൽ ഈ സ്നാനം എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ കേട്ടു, സ്നാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ലോകപ്രകാരം, ഞാൻ സ്നാനപ്പെട്ട എല്ലാവരും രക്ഷിക്കപ്പെടത്തില്ല, ശ്രദ്ധിച്ചോണം, നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട എല്ലാ വ്യക്തിയും രക്ഷിക്കപ്പെടത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തി സ്നാനപ്പെടണം. കൺഫ്യൂഷൻ ആകണ്ട. ഞാനിപ്പോൾ വെള്ളത്തിൽ മുങ്ങി യേശു കർത്താവ് പറഞ്ഞതുപോലെ ജലസ്നാനം ഏറ്റ ഉടനെ ഞാൻ രക്ഷിക്കപ്പെടത്തില്ല. എനിക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞാൻ വരണം. രക്ഷയുടെ അനുഭവം എനിക്ക് ഉണ്ടാകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ എനിക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നു. ഇവിടെ ബൈബിൾ പറയുകയാണ്, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പം ഞാൻ അത് വിശ്വസിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഇത് പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു, ദൈവം നമ്മുടെ അനുഗ്രഹത്തെ കൺട്രോൾ ചെയ്യുവാൻ, അനുഗ്രഹത്തിനായി നമ്മുടെ ശരീരത്തിൽ ഒരവയവത്തെ വെച്ചിട്ടുണ്ട്. അത് ഏത് അവയവമാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ഒരു അവയവം വെച്ചിട്ടുണ്ട്. ഉറപ്പാണോ? നാവാന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആമേൻ. കാര്യം നിങ്ങൾ ബൈബിൾ വായിക്കുന്ന സമയത്തൊക്കെയും നാവിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. നമ്മൾ യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടണമെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, നാവിലൂടെ അത് റിലീസ് ചെയ്യണം. നമ്മുടെ രക്ഷയെ നമ്മൾ റിലീസ് ചെയ്യണം. നിങ്ങൾക്കിപ്പം കുറേ വചനങ്ങൾ അറിയാം. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ബ്രദർ എനിക്ക് വാക്യങ്ങളൊക്കെ കാണാപ്പാടെ അറിയാം, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കാണുന്നില്ല. എനിക്ക് വചനമൊക്കെ നന്നായിട്ട് അറിയാം, എല്ലാ ദിവസവും ഞാൻ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവവചനത്തിൻ്റെ പ്രവൃത്തികളെ കാണാൻ കഴിയാത്തത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതൊന്നും മാറുന്നില്ല. സ്നാനം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ പഴയ മനുഷ്യനെ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ ക്രിസ്തുവിൽ പുതിയ ആളാണ്, ഇനി എന്നെ പഴയ പോലെ പോകാൻ പറ്റത്തില്ല. ഇപ്പം പണ്ട് ഞാനിപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ പണ്ട് പോയിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ ഇരുന്നുകൊണ്ട് ലോകപ്രകാരം മദ്യപിക്കുകയും മറ്റു വെറിക്കൂത്തുകളിലൊക്കെ ഇങ്ങനെ പങ്കുചേർന്ന് ആ ഒരു ലോകപ്രകാരം ജീവിച്ചു, പിശാചിന് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു. പക്ഷേ യേശുവിനെ ഞാൻ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ വഴിയെ വരികയാണ്. ഉദാഹരണം പറയാം, മത്തായി എന്ന് പറയുന്ന കർത്താവിൻ്റെ ശിഷ്യൻ ചുങ്കക്കാരനായിരുന്നു. ബൈബിൾ തന്നെ പറയുന്നു, ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ തന്നെ ആ കാലഘട്ടത്തിൽ ഒരു പരീശൻ തന്നെ പറയുന്നുണ്ട്, പാപിയാണ്. അവിടെ തന്നെ അദ്ദേഹം ഒരിക്കൽ കർത്താവ് ഒരു ഉപമ പറയുന്ന സമയത്ത് ഒരു പരീശൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിലെല്ലാം ഞാൻ പദാരം കൊടുക്കുന്നു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ മനുഷ്യൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചുങ്കക്കാരൻ്റെ ഒരു അഡ്രസ്സ് തന്നെ പാപികളിൽ ഒരു പ്രമാണിയായിട്ട് തന്നെ കാണിക്കുന്നത്. എന്നാൽ യേശുവിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ലോകത്തോട് ഗുഡ് ബൈ പറയുക. അതിൻ്റെ അർത്ഥം ലോകത്തിൽ ജീവിക്കേണ്ടെന്നോ, നമ്മൾ നാളെ മുതൽ നമ്മുടെ കൂട്ടുകാരനോട് നമ്മൾ അവരെ കാണുമ്പോൾ ഒളിച്ചു നടക്കണമെന്നൊന്നും അല്ല. ഞാൻ യേശുവിൽ ഒരു പുതു മനുഷ്യനായി തീർന്നിരിക്കുന്നു. ഞാനിനി ചുങ്കക്കാരനായ മത്തായി അല്ലെന്നും ഞാൻ യേശുവിൻ്റെ അനുകാരിയായെന്നും ഞാൻ ലോകത്തോട് എന്ത് ചെയ്യുകയാണ്, വിളിച്ചു പറയുകയാണ്. അപ്പം ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതം ക്രിസ്തുവിലേക്ക് മാറ്റപ്പെടുകയാണ്. എൻ്റെ ജീവിതം ക്രിസ്തുവിലേക്ക് എന്ത് ചെയ്യുകയാണ്, ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. പക്ഷെ ഇനി ചേഞ്ച് ചെയ്യപ്പെടണമെങ്കിൽ, ഞാൻ യേശുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പ്രത്യേകത ഞാൻ പറയാം, നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കണം. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചിട്ട് അതിലേക്ക് വരാം. സദൃശവാക്യങ്ങൾ അതിൻ്റെ
21 അധ്യായത്തിൻ്റെ 23 വാക്യം കാണാൻ പറ്റുന്ന ഒരാളെന്ന് വായിച്ച്. 21:23. വായിക്കാൻ പറ്റുന്ന ഒരാൾ വായിച്ച്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. 2 കാര്യം ശ്രദ്ധിച്ചോണം. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, കഷ്ടത എന്നുള്ളത് ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതല്ല. ശ്രദ്ധിച്ചോണം, കഷ്ടത ഡോക്ടർ നിങ്ങൾക്ക് വചനം സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ, ശ്രദ്ധിച്ചോണം, തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ കഷ്ടപ്പെടണമെന്നല്ല. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ ബൈബിളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്, പൗലോസ് കഷ്ടതയെപ്പറ്റി പറയുന്നുണ്ടല്ലോ, ഒത്തിരി കഷ്ടപ്പാടിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും. അവിടെ സുവിശേഷ നിമിത്തമുള്ള കഷ്ടത എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ, ഇപ്പം നിങ്ങൾക്കറിയാം, ലോകത്തിൽ എവിടെ ചെന്ന് യേശു എന്ന് പറഞ്ഞാലും എല്ലാവർക്കും എനിക്കൊന്ന് ഇച്ചിരി ഉൾപ്രദേശങ്ങളിലോട്ട്, അതായത് മനുഷ്യവാസം അങ്ങനെ എത്തിപ്പെടാൻ കഴിയാത്തൊരു ഉൾപ്രദേശത്തിൽ ചെന്നാൽ മാത്രമേ ഉള്ളൂ സുവിശേഷവും യേശു ക്രിസ്തുവിനെയൊക്കെ അറിയാത്ത, ചില നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും അറിയാത്ത ഇടങ്ങളുണ്ട്. എങ്കിലും ലോകമെമ്പാടും ഇപ്പം ഒരു ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നതുകൊണ്ട് ഏതൊരു മനുഷ്യനും യേശുവിനെ അറിയാം. യേശുവിനെ അറിയാത്തതായിട്ട് ഇപ്പോൾ ലോകത്തിൽ ആരുമില്ല, അല്ല, എല്ലാവർക്കും ക്രിസ്തുവിനെ അറിയാം. എന്നാൽ ഇതൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ യേശുവിനെ അറിയത്തില്ല, പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല, ദൈവപ്രവൃത്തി എന്നറിയത്തില്ല, ഇങ്ങനെയുള്ള പട്ടണങ്ങളിൽ ആദ്യമായി സുവിശേഷവുമായിട്ട്, അത് പല കാലാവസ്ഥയുണ്ട്, ഇന്നത്തെ പോലെ നല്ല തണുപ്പ്, ഇന്നത്തെ പോലെ നല്ല വസ്ത്രമില്ല, ഇന്നത്തെ പോലെ നമുക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ അറിയാം, അവിടെയൊക്കെ മഞ്ഞ് വീഴുന്ന സമയങ്ങളാണ്, ഇന്നത്തെ പോലെ ഹീറ്ററോ ഒന്നും സൗകര്യങ്ങളോ ഇല്ല. അപ്പോൾ അവർ സഞ്ചരിക്കുന്ന വഴികളിൽ ഒത്തിരി അവർ യെരുശലേമിൽ മാത്രം ജനിച്ചു വളർന്ന ശിഷ്യന്മാർ പലയിടങ്ങളിൽ യാത്ര ചെയ്തപ്പം, പല സംസ്കാരങ്ങളിൽ ചെന്നപ്പം, ആദ്യമായി സുവിശേഷം പറയുന്ന സമയത്ത് ഇന്നേ വരെ യേശുവിനെ പറ്റി കേൾക്കാത്ത സ്ഥലങ്ങളിൽ അവർക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് പൗലോസ് ലീഗ പറഞ്ഞേക്കുന്നത്, സുവിശേഷ നിമിത്തം ഞങ്ങൾക്ക് പല കഷ്ടതകളുണ്ടായി. പക്ഷെ അവിടെയൊക്കെയും പൗലോസ് പറയുന്നുണ്ട്, എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ ഞങ്ങളെ പരിപൂർണനാക്കി നടത്തുന്ന ഒരു ദൈവം. കൊരിന്ത്യ ലേഖനം. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ ഞങ്ങൾക്ക് പൂർണ്ണ ജയത്തിൽ നടത്തുന്ന കർത്താവെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവം ഒരിക്കലും നിങ്ങളെ കഷ്ടങ്ങളിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആദ്യം കർത്താവ് പറഞ്ഞ വാക്ക് വെച്ച് നോക്കി, വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്നും സൂക്ഷിക്കുന്നു. യേശുവിനെ നാം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നാം കഷ്ടങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് പത്രോസ് ശ്ലീഹായുടെ ലേഖനം പറയുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവർ. അപ്പോൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങളെപ്പറ്റി വചനം പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ഓർക്കും, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കഷ്ടതയിലൂടെ കടന്ന് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ മക്കൾ കഷ്ടതയിലൂടെ കടന്നു പോകാൻ എത്ര അമ്മയും അച്ഛന്മാരും ആഗ്രഹിക്കുന്നു? അങ്ങനെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. എത്ര പേര് ആഗ്രഹിക്കും നിങ്ങളുടെ മക്കൾ കഷ്ടതയിലൂടെ കടന്നു പോകണമെന്ന്? അങ്ങനെ ആഗ്രഹിക്കുന്ന ആരാ ഉള്ളത്? ഉണ്ടോ ആരെങ്കിലും? മ്യൂട്ട് മാറ്റി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ ഓൾറെഡി എല്ലാവരും മ്യൂട്ടായി പോയിക്കണം, ആരുമില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും അനുഗ്രഹമാകണമെങ്കിൽ നമ്മൾ ദൈവത്തെ കയറി വിളിക്കുന്നത് അപ്പ എന്നാണ്, സ്വർഗസ്ഥനായ പിതാവേ എന്നാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്ര അധികം ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്താ ഒരു പ്രശ്നമെന്നറിയാവോ? ഒരു വിശ്വാസിയുടെ അനുഗ്രഹം ഇരിക്കുന്നത് നാവില. നിങ്ങൾ എന്തെങ്കിലും ബ്രദറെ അതെങ്ങനെയാണ് നാവിലിരിക്കുന്നത്? ഞാൻ ഇന്നാളും പറഞ്ഞായിരുന്നു ഈ ഒരു വാക്കിനെ പറ്റി. ദൈവത്തിൻ്റെ വചനം സൃഷ്ടിക്കപ്പെട്ടത് വാക്കിലൂടെയാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ നമുക്ക് കൈകൊണ്ടും പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിലെ വേറൊരു അവയവങ്ങൾ, അക്ഷരങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അക്ഷരങ്ങൾ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നാവ് തന്നെ വേണം. ആമേൻ. അതുകൊണ്ടാണ് വചനം പറയുന്ന നാവ് കൊണ്ട് നിങ്ങൾ ആകാത്ത കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ ഒരിക്കലും പറയരുത്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടത്തില്ലെന്നും കരകയറത്തില്ലെന്നും ഗതി പിടിക്കത്തില്ലെന്നും പറയരുത്.
കാര്യം അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞാൽ നിങ്ങൾ കര കയറത്തില്ല. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഇന്നു മുതൽ പറഞ്ഞു നോക്കിക്കേ, ഞാനൊരു അനുഗ്രഹമായി തീരും. ഇവിടെ വചനം പറയുകയാണ്, നാവിനെ സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. അപ്പം എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, എൻ്റെ കഷ്ടങ്ങളെ ഞാൻ ജയിക്കുമെന്നൊന്ന് പറ. എൻ്റെ കഷ്ടങ്ങളെ ഞാൻ ജയിക്കുമെന്ന് പറ. എന്റെ കഷ്ടങ്ങളെ ഞാൻ ജയിച്ചു. ആമേൻ. എൻ്റെ കഷ്ടങ്ങളെ ഞാൻ ജയിക്കും. എങ്ങനെ എൻ്റെ കഷ്ടങ്ങളെ ഞാൻ ജയിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനത്താൽ ഞാൻ എന്ത് ചെയ്യും? ജയിക്കും. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, നാവിനെ സൂക്ഷിക്കുന്നവൻ, വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. യേശുവിനെ നാം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന സമയത്ത് തിരുവചനം പറയുന്നു, യേശു എൻ്റെ കർത്താവെന്ന് ഞാൻ വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നു. ഹൃദയം കൊണ്ട് നീതിക്കായും വായ കൊണ്ട് രക്ഷയ്ക്കായി ഞാൻ ഏറ്റു പറയുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല എന്ന് തിരുവെഴുത്തുകൾ എന്നോട് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചൊരു വചനമാണ്, എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ വചനമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉള്ളവരല്ലായിരിക്കും. നമ്മൾ ചിന്തിക്കും യേശുവിലേക്ക് വരുന്ന ആൾക്കാരെല്ലാം ഭയങ്കര വലിയ ആൾക്കാരാണ്. അല്ല, ബൈബിൾ പറയുന്നു, കർത്താവിലേക്ക് വരുന്ന വ്യക്തികൾ, തോമസ് പറയാൻ മ്യൂട്ട് ചെയ്തോണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മ്യൂട്ട് ചെയ്യാൻ അല്ലാത്തവരെ ലെഫ്റ്റ് ആയിക്കോണം. എല്ലാവരും ഞാൻ മ്യൂട്ട് ഓൾ എന്ന് പറഞ്ഞ് ഞാൻ വെച്ചതായിട്ടാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. അതാ പിന്നെ ഇപ്പൊ ആരും മറുപടി പറയുന്നില്ലെന്ന് കണ്ടപ്പോ ഞാൻ ആസ്ക് ഓൾ ടു അൺമ്യൂട്ട് എന്ന് പറഞ്ഞ് കൊടുത്തതാ. അപ്പൊ കൊടുത്തിട്ട് ഞാൻ പിന്നെ മ്യൂട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംസാരം. ഓക്കെ, ഒരു എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ വചനം പറയുന്നു, തിരുവെഴുത്തുകളിൽ നാം എന്ത് ചെയ്യുന്നു? അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ച് പോകത്തില്ല. നിങ്ങൾ ലജ്ജിച്ച്, എനിക്ക് നിങ്ങൾ ചോദിക്കണമെന്ന് ഇനിയുണ്ട്, പക്ഷേ നിങ്ങൾ ഇനി മ്യൂട്ട് മാറ്റിയ ആൾക്കാർ പലരും മ്യൂട്ട് മാറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഇനി ഏറ്റു പറയണ്ട. ഞാൻ തന്നെ ഇനി ഏറ്റു പറഞ്ഞോളാം. കാര്യം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടോളാം. കാര്യം ഏറ്റു പറയുന്നവൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വചനം തിരുവെഴുത്തുകൾ അരുളി ചെയ്യുന്നത് പോലെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി നാം ഏറ്റു പറയുക. അപ്പം ഏറ്റു പറയുന്നതിൽ വലിയ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ നാവിനെ സൂക്ഷിക്കുന്നവൻ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ എന്ത് ചെയ്യുകയാണ്? സൂക്ഷിക്കുന്നു. തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. അപ്പോൾ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശ്രദ്ധിച്ചോണം, എവിടെയൊക്കെയോ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി ഞാൻ പറഞ്ഞു. സാധാരണ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് കഷ്ടതയുണ്ട്, യേശുവിൽ ജീവിക്കുന്ന വ്യക്തിയും കഷ്ടതയുണ്ടെങ്കിൽ നിങ്ങളും തമ്മിൽ എന്നാ വ്യത്യാസം ഇരിക്കുന്നു? നിങ്ങൾ പറയുന്നു, എൻ്റെ ബ്രദറെ, എൻ്റെ അയൽവക്കംകാരനും അതേ വിഷയമാണ്, എനിക്കും അതേ വിഷയമാണ്. അയൽവക്കക്കാരൻ അനുഭവിക്കുന്ന അതേ വേദന ഞാനും അനുഭവിക്കുന്നു. അപ്പോൾ അതേ പ്രശ്നത്തിലൂടെയാണ് നിങ്ങളും ആ വ്യക്തിയും പോകുന്നതെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ, യേശു പറഞ്ഞ വ്യക്തിയും തമ്മിൽ എന്നാ വ്യത്യാസം? ബൈബിൾ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അനേകർക്ക് വെളിച്ചമാകേണ്ടവരാണ്, നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടവരാണ്. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ്, സുമയുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ അവർ മാത്രം സൂമിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മ്യൂട്ട് മാറ്റി പറയാം. യൂട്യൂബിലാണെങ്കിൽ, ഇന്ന് യൂട്യൂബിലോ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, സുമയ്ക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കാൻ. സുമയുടെ തലമുറകളെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ആരാന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. സുമയെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്റെ ചേച്ചിയുടെ പേര് സുമയെന്നാണ്. സുമ പിന്നെ ആരാ ഉള്ള വേറെ ഇതിൻ്റെ അകത്ത് സുമയുമായിട്ട് ബന്ധപ്പെട്ട്? എന്റെ ഫ്രണ്ട് ഉണ്ട് സുമ എന്ന് പറഞ്ഞ. ഒരു മിനിറ്റ്, ഒരു മോളുള്ളതാരാ? രണ്ട് പെമ്മക്കളാ. ഒരു മോള് ചെറിയ പ്രശ്നത്തിലിരിക്കുക, കല്യാണം വിവാഹം കഴിഞ്ഞിട്ട്. മോളുള്ളതല്ലേ? ഒരു മോളെ മോള് ഡൈവേഴ്സിൽ ആയിരിക്കുക. രണ്ട് പെമ്മക്കൾ അവർക്ക്. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതിന്റെ ഈ വീട്ടില് തയ്യൽ മിഷൻ ഉള്ള സുമയുടെ വീട് അതാ. തയ്യൽ മിഷൻ ഞാൻ കാണുന്ന ഒരു പെമ്മക്കൊച്ചുണ്ട്, ആ വീട്ടിലൊരു തയ്യൽ മിഷൻ ഇരിപ്പുണ്ട്. അതെ ബ്രദർ പറഞ്ഞോ. എന്റെ വീടിന്റെ അപ്പുറത്തെ ആന്റിയുടെ പേര് സുമ എന്നാ. ആന്റിക്ക് ഒരു മോളുണ്ട്. ആന്റി തയ്യൽ മിഷൻ തയ്ക്കുന്ന ആളാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവിനെ കാണിച്ച അടയാളമാണ്. സഹോട് പോയി പറയണം, കർത്താവ് മോളുടെ വിഷയത്തിൽ ഇടപെടാൻ പോവാണ്. എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് മരണം വിട്ടു മാറുകയാണ്. സിസ്റ്റർ പോയി പറഞ്ഞോണം, കർത്താവ് വലിയൊരു അനർത്ഥത്തെ വിട്ടു മാറ്റുകയാണ്. ദൈവാത്മാവ് ഇന്ന് തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്നവിടെ വ്യാപരിക്കുന്നല്ലോ. നന്മയെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ പ്രിയമകളോടെ ചെന്ന് പറയുമ്പോൾ യേശുവെ അവർ ഏറ്റെടുത്ത് ആ കുടുംബത്തിൽ നിന്ന് അനർത്ഥം വിട്ടൊഴിയട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ആമേൻ. കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. അപ്പം ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിനെ വിളിക്കുന്ന വ്യക്തി കഷ്ടതയിലൂടെ പോകുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിച്ചോണം. അങ്ങനെയെങ്കിൽ ദൈവം ഈ വചനം പറയത്തില്ല കേട്ടോ. കർത്താവ് പറയാണ്, നാവ് സൂക്ഷിച്ചാലും കൈ സൂക്ഷിച്ചാലും നിങ്ങൾ സൂക്ഷിച്ചാലും കഷ്ടത വരും എന്ന് പറഞ്ഞാൽ ബൈബിൾ കഷ്ടത വരും. പക്ഷെ സൂക്ഷിക്കുക, കഷ്ടങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം എന്നല്ല പറഞ്ഞേക്കുന്നത്, നാവിനെ സൂക്ഷിക്കുക. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ നാവിലൂടെ വചനം പറയുമ്പോൾ അതിന് വിരുദ്ധം യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തിയെപ്പറ്റി ബൈബിൾ പറയുന്നവർ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഒത്തിരി പരിഹാസങ്ങളുണ്ടായി. ഒത്തിരി ആൾക്കാർ എന്നെ കളിയാക്കി. എൻ്റെ സുഹൃത്ത് വലയത്തിൻ്റെ അകത്ത് ഒത്തിരി പരിഹാസങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നു. അന്നല്ല ഞാൻ വിളിച്ചു പറഞ്ഞൊരു വാക്യമുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നത് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഇന്നും പല വെല്ലുവിളികൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, പരിഹാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാൻ നോക്കുമ്പോൾ ഞാൻ ഉടനെ വിളിച്ചു പറയും, കർത്താവേ, ജാതികളുടെ നടുവിൽ, ജാതികൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയാത്ത ആൾക്കാരാണ് ഈ ജാതികൾ. യേശുവിൽ വിശ്വസിക്കുന്ന നാം കർത്താവിൻ്റെ വിശുദ്ധ ജനമാണ്. ദൈവത്തിൻ്റെ പുതിയ കർത്താവിലോട് ചേർക്കപ്പെട്ട ദൈവത്തിൻ്റെ നാട്ടൊലിവാണ്, ദൈവത്തിൻ്റെ ഇസ്രായേലാണ് നമ്മൾ. ബൈബിൾ പറയുന്ന അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല. ഞാൻ കാണുന്നൊരു കാഴ്ച, മൂന്ന് സഹോദരിമാർ നിർദ്ദേശിക്കുന്നത് 3 സ്ത്രീകൾ ചേർന്ന് പരിഹാസവും നിന്ദയുമായി ഇങ്ങനെ ഒത്തിരി അനുഭവിക്കുന്ന ഒരു സഹോദരിനെ കർത്താവിന് തൊടുകയാണ്. 3 സ്ത്രീകൾ ചേർന്ന് അറ്റാക്ക് ചെയ്യുക. എപ്പോഴും അവർ 3 പേരും ചേർന്ന് എവിടെ ചെന്നാലും പരിഹാസവും നിന്ദയും അഴിച്ചുവിട്ട് അപവാദങ്ങൾ പറഞ്ഞ് ദുഃഖിപ്പിക്കുന്ന ചില വാർത്തകൾ കേട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുക. നിങ്ങളുടെ കർത്താവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു, സകലത്തിൻ്റെ നാവ് കർത്താവ് അടയ്ക്കാൻ പോകുക. സകലത്തിൻ്റെ നാവിനെ കർത്താവ് അടയ്ക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അവിടെ സ്പർശിക്കുക, അനുഗ്രഹിക്കുന്ന കർത്താവെ. എന്ന് കർത്താവ് സകല നന്മയുടെയും ഉറവിടം ഞങ്ങളുടെ നാവിലാണപ്പ. കർത്താവിൻ്റെ വചനം പറയുന്നു, അവരിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. ആമേൻ. ആരാ ലജ്ജിക്കാതെന്നറിയാവോ? ഏറ്റു പറഞ്ഞവർ. അപ്പൊ നിങ്ങളുടെ നാവിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ. പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നമ്മളൊരു വ്യക്തിയുടെ പ്രാർത്ഥന കേട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പുറകെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയം കഴിഞ്ഞു. എപ്പോഴാണെന്നറിയാവോ? യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന നിമിഷം മുമ്പ് വരെ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുള്ളവരാ. അപ്പം നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്ന തെറ്റാണോ? അല്ല, നിങ്ങൾ വളരണം. നമ്മൾ പുറകെ നടക്കേണ്ടവരല്ല, നമ്മൾ അനേകർക്കൊരു അനുഗ്രഹമാകേണ്ടവരാ. കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ ഏറ്റു പറയണം, കർത്താവേ, ഞാനൊരു അനുഗ്രഹമായി തീരും. നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ അനുഗ്രഹത്തെ റിലീസ് ചെയ്യണം. സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാവിനെ സൂക്ഷിക്കുന്നവൻ സകല കഷ്ടത്തിൽ നിന്നും, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നല്ല, തിരുവചനം ശ്രദ്ധിച്ചു നോക്കിയേ, തൻ്റെ പ്രാണനെ അവൻ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കും. അപ്പൊ കഷ്ടതകളെ ജയിക്കാനുള്ള ഏക മാർഗം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ നാവ് കൊണ്ട് വിളിച്ചു പറഞ്ഞാൽ മതി, എൻ്റെ കർത്താവായ യേശു എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന നിന്ദകളുടെ മേൽ പരിശുദ്ധാത്മാവ് എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഈ മീര എന്ന് പേരുള്ള മോളുള്ള ആരെങ്കിലും ഉണ്ട്? മീര എന്ന് പേരുള്ള മോളുള്ള ആരെങ്കിലും സൂമിലോ ഈ നമ്മുടെ യൂട്യൂബിലോ ഉണ്ടെങ്കിൽ ഇന്ന് ഏറ്റെടുത്തോ. മീര എന്നാണ് പേര്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ മകളെ കർത്താവ് സ്പർശിക്കാൻ പോവുക. മീര എന്ന പേര്. ആരാത്? മീര എന്ന പേര്. ഓ, കർത്താവിന് തൊടുക കേട്ടോ സിസ്റ്ററെ. ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് കയറുന്നത്? അല്ലല്ല, ഞാൻ ഒരു ആമേൻ. ഏറ്റെടുത്തു. കർത്താവ് പറയുന്നത്, മീരെ ദൈവം തൊടുക. യേശുവിൻ്റെ നാമത്തിൽ ആ മകളുടെ കർത്താവ് ഇന്ന് സ്പർശിച്ചിട്ട് അവളുടെ ജീവിതത്തിൽ അറിയപ്പെടുന്ന രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് മകളെ തൊടാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപ ഇന്ന് അവിടെ ചുരിയുന്നല്ലോ. ഈ സഹോദരിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്, കർത്താവ് മറ്റൊരാൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരു 14 സെന്റ് സ്ഥലം ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നു. ആ 14 സെന്റ് സ്ഥലം
അതിൻ്റെ അകത്തൊരു നീളത്തിലിരിക്കുന്ന വീടാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അത്ഭുതം ഇന്ന് ആ ഒരു 14 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് നീളത്തിലിരിക്കുന്ന വീടാണ് ഞാൻ കാണുന്നത്. യേശു ക്രിസ്തു ഇന്ന് ആ ഭവനത്തെ സ്പർശിക്കുന്നു. ആ ഭവനവുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ചുറ്റുവട്ടത്തിലും നിങ്ങളുടെ വീഴ്ച നോക്കി നിൽക്കുന്ന ചിലതിൻ്റെ നടുവിൽ ദൈവം നിങ്ങളെ തല ഉയർത്തി പിടിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കുകയാണ്. ആ കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ട് മേഴ്സി എന്ന് പറയുന്ന ഒരാളെ കർത്താവ് സ്പർശിക്കുകയാണ്. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചൊരിയുന്നല്ലോ. അത്ഭുതമാക്കി എൻ്റെ കർത്താവ് ഇന്ന് മാറ്റുന്നല്ലോ. അത്ഭുതമാക്കി ദൈവം മാറ്റുന്നല്ലോ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ തിരുവചനത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയേണ്ട കാര്യം എന്നാണെന്നറിയോ? എൻ്റെ ദൈവം എൻ്റെ അവസ്ഥ മാറ്റും. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന എന്നാണെന്നറിയോ? ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കി പറയുന്നുണ്ട്. അപ്പം സ്നാനപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ലോകത്തോട് വിളിച്ചു സ്നാനപ്പെട്ട എല്ലാവരും രക്ഷിക്കപ്പെടത്തില്ല. സ്നാനപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും രക്ഷിക്കപ്പെടുകയല്ല. സ്നാനം എന്നുള്ളത് ഞാൻ ലോകത്തോട് രക്ഷിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയുക മാത്രമാണ്. യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ചുങ്കക്കാരനായ മത്തായി പിന്നെ ചുങ്കം പിരിക്കാൻ പോകത്തില്ല. മനസ്സിലാവുന്നു? ഇതാ രക്ഷയുടെ അനുഭവം. ചുങ്കം പിരിച്ച് പാപിയായി നടന്ന മനുഷ്യൻ പിന്നെയും യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പിന്നെയും ചുങ്കക്കാരനായി പോകുന്നെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ സക്കായിയെ പറ്റി നമുക്കറിയാം. സക്കായി ചുങ്കക്കാരനായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടി. യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. അദ്ദേഹവുമായിട്ട് ആഹാരം കഴിച്ചപ്പം അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായിട്ട് പറഞ്ഞു, ഞാൻ ആരോടെങ്കിലും ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കുക. ഇതാണ് രക്ഷയുടെ അനുഭവം, മാനസാന്തരം. പക്ഷെ ഈ വ്യക്തി സ്നാനപ്പെട്ടെന്നിരിക്കട്ടെ, പിന്നെയും ചുങ്കക്കാരനായിട്ട് ഇരട്ടി പങ്ക് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക, ഇരട്ടി പങ്ക് പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ഒരിക്കലും രക്ഷിക്കപ്പെട്ട ആളല്ല. രക്ഷിക്കപ്പെട്ടവൻ വാഗൊണ്ട് വിശ്വാസവചനങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിലെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ റെഡിയായിട്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ കാണുന്ന വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് 2 വട്ടം വിദേശത്ത് പോയി നിരാശപ്പെട്ട് തിരിച്ചു വന്ന ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുക. 2 വട്ടം വിദേശത്ത് പോയിട്ട് ശൂന്യമായ പടകവുമായിട്ടാണ് തിരിച്ചു വന്നത്. വളരെ ദുഃഖത്തോടെ വന്നു. ഒത്തിരി അലഞ്ഞിട്ടാണ് പോയത്. പക്ഷെ 2 വട്ടം കർത്താവ് 2 വട്ടം പോയി. 2 വട്ടവും നിരാശയായിരുന്നു. ദൈവനോട് പറയും, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, ദൈവം ഒരു വാതിൽ തുറക്കാൻ പോവുക. എവിടെയാണോ യാത്ര സംബന്ധമായിട്ട് നന്മ പ്രാപിക്കേണ്ട സ്ഥലത്ത് ബ്ലോക്കായി പോയത്, അത് കർത്താവ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഈ നിമിഷമായി പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് ആരാതെനിക്കറിയത്തില്ല, ആ പാസ്പോർട്ട് എടുത്തു വെച്ചു, എന്നിട്ട് കൈവച്ചു, യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. അതിലേക്ക് സീലി വീഴുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ തടസ്സങ്ങളെ ഞങ്ങൾ യേശു തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുന്നു, വിട്ടുമാറട്ടെ. യേശു തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് വിട്ടുമാറട്ടെ. എല്ലാ ബ്ലോക്കുകളും മാറട്ടെ. പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സ്പർശനം നമ്മുടെ മേൽ ഉണ്ടാകുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇന്ന് ഞാൻ പരിഹാസിയായി പോകത്തില്ല. ഇന്ന് ഞാൻ നിന്ദിക്കപ്പെട്ടു പോകത്തില്ല. ഇന്ന് ഞാൻ തകർന്നു പോകത്തില്ല. ഞാൻ എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായിത്തീരും. എല്ലാവരും പ്രാർത്ഥിച്ച്, യേശുവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ കർത്താവിനാലുള്ള അത്ഭുതകരമായ പ്രവൃത്തികളെ ഞാൻ കാണാൻ പോവുകയാണ്. അത്ഭുതകരമായ പ്രവൃത്തികളെ ഞാൻ അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അത്ഭുതകരമായ മാറ്റത്തെ ഞാൻ സ്വീകരിക്കാൻ പോവുകയാണ്. എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, നിരാശയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമില്ലാതെ ഇന്ന് എപ്പോഴും കലഹവുമായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് അവിടെ മേൽ വെളിപ്പെടുന്നല്ലോ. തകർച്ചകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ചൊരിയുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവം എന്നെ ഒരു പേര് കാണിക്കും, ഒരു ബെനഡിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ബെനഡിക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവോട് പറയാം. ബെനഡിക്ക് എന്നാണ് പേര്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയെ കർത്താവും ആ വ്യക്തിയുടെ കുടുംബത്തെയും ദൈവം തൊടാൻ പോവുകയാണ്. കണ്ണുനീരിനെ, ദുഃഖത്തിൻ്റെ ഭവനത്തെ കർത്താവ് സന്തോഷത്തിൻ്റെ ഭവനമാക്കി മാറ്റാൻ പോവുകയാണ്. ബെനഡിക്ക് എന്നാണ് ആ വ്യക്തിയുടെ പേര്. യേശുവിൻ്റെ നാമത്തിൽ ആരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. ആ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ ദുഃഖങ്ങൾ ഇന്നെല്ലാം മാറി സന്തോഷത്തിൻ്റെ ഭവനമാക്കി കർത്താവ് മാറ്റാൻ പോവുകയാണ്.
അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കാൻ വേണ്ടി പോവാണ്. ഈ നിമിഷം യേശുവിന് ഇഷ്ടമല്ല, യേശുവിനെ ഞാൻ രോഗിയായിരിക്കുന്ന ഇഷ്ടമല്ല. അത് പ്രഷർ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, ഇനി നിങ്ങളുടെ കാഴ്ചയില്ലാത്ത കണ്ണുകളായിക്കോട്ടെ, കേൾവിയില്ലാത്ത ചെവി ആയിക്കോട്ടെ, സംസാരശേഷിയില്ലാത്ത നാവായിക്കോട്ടെ, ഇല്ലാത്ത അവയവമായിക്കോട്ടെ, കേടായ അവയവമായിക്കോട്ടെ, പുതിയതുണ്ടായി വരാൻ പോവുക. നമുക്ക് ഒരു മടിയും കാണിക്കണ്ട കേട്ടോ, ഒരു മടിയും വേണ്ട. നമ്മുടെ കർത്താവിന് കഴിയാൻ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പുതുവഴികൾ തുറക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. കർത്താവെ, സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. പരിഹാസങ്ങൾ മാറിപ്പോട്ടെ, പരാജയങ്ങൾ നീങ്ങിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു പ്രവീണിനെ കാണിക്കുന്നു. പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. പ്രവീൺ എന്ന പേര്, പ്രവീണിനെ ദൈവം ഇന്ന് സ്പർശിക്കുകയാണ്. പ്രവീണുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വലിയൊരു വഴിത്തിരിവിനെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. പ്രവീൺ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ അവൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി ഉണ്ടാകട്ടെ. എല്ലാ ശൂന്യമായ അവസ്ഥകളും നിറയട്ടെ. അത്ഭുതകരമായ വ്യത്യാസങ്ങൾ ഉണ്ടായി വരട്ടെ. കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആലോചനകൾ ഇടപെട്ടവരുണ്ടെങ്കിൽ, ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞോ. ഒരു മിനിറ്റ് തോമസ് പറയാൻ അൺമ്യൂട്ട് ചെയ്യാൻ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അൺമ്യൂട്ട് ആക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു. അത്ഭുതകരമായ സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചർച്ചിൽ പോകുന്ന വഴിക്ക് ഹൈവേയിൽ അവിടെ ഫ്ലൈ ഓവർ പടിയുന്നതിന് വേണ്ടി ഹൈവേ നടുവേ മുറിച്ചിട്ടേക്കുക, നാഷണൽ ഹൈവേ. അപ്പൊ ഞാൻ അതിന്റെ സർവീസ് റോഡ് വഴി സകല വണ്ടികളും പോകുന്നത്. അതിന്റെ സർവീസ് റോഡ് വഴി വന്നിട്ട് എനിക്ക് പോകേണ്ട വഴിയിലോട്ട് തിരിയുന്നതിന് മുമ്പ് ഒരു ചെറിയ ഹമ്പുണ്ട്. അത് ഈ സർവീസ് റോഡിൽ തന്നെ സകല വണ്ടികളും സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. ഉച്ചയ്ക്ക് ഞാൻ അതങ്ങോട്ട് സ്കൂട്ടറായിരുന്നു, വണ്ടികളൊന്നും പുറകിലില്ല. ഈ വഴി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലും ഇല്ല പുറകിലും ഇല്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഞാൻ അതിലെ കയറിയത്. അത് ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ പുറകില്ലെന്ന് പറഞ്ഞാൽ തൊട്ട് പുറകില്ല, ഒരു 100 മീറ്റർ പുറകിലൊക്കെ കാറുകളൊക്കെ വരുന്നുണ്ട്. നാഷണൽ ഹൈവേ ആയതുകൊണ്ട് എനിക്ക് തിരിയേണ്ട വഴി എത്തിക്കഴിഞ്ഞു. സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ സ്കൂട്ടർ മറിഞ്ഞു വീണു നേരെ റോഡിലോട്ട്. എന്റെ കാലിന്റെ മുന്നോട്ട് സ്കൂട്ടർ വീണു. അപ്പൊ അവിടെ ജംഗ്ഷനിൽ ഹോം ഗാർഡ് ഉണ്ട്. ഹോം ഗാർഡ് തൊട്ടടുത്ത് തന്നെ ഹോം ഗാർഡ്. വണ്ടി പതുക്കെ അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. ഞാൻ തെറിച്ച് വീണ് കാലിന്റെ മുന്നോട്ട് സ്കൂട്ടർ വീണു. അവര് വന്ന് പൊക്കിയെടുത്ത് ഞാൻ നോക്കി എന്റെ വലത് കൈ മുട്ടില് കുറച്ച് തൊലി ഒന്ന് ഉരഞ്ഞു പോയതല്ലാതെ ഒരു പ്രശ്നവും ദൈവം നമ്മളത് വചനത്തിൽ പറയുന്നത് പോലെ തന്നെ എന്റെ കാൽ കല്ല് തെറ്റി പോകാതിരിക്കേണ്ടതിന് പിതാവ് എനിക്ക് വേണ്ടി ദൂതന്മാരോട് കൽപ്പിച്ചു. ദൂതന്മാർ എന്നെ താങ്ങി. അതായത് എന്നെ അടിച്ചിടണമെന്ന്, ഞാൻ ഇന്ന് ചർച്ചിൽ പോകരുതെന്നും, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ ഇന്ന് കരച്ചിലിന്റെ ദുഃഖത്തിന്റെ ഭവനമായി മാറണമെന്നൊക്കെയുള്ള പിശാചിന്റെ പദ്ധതിക്ക് അടിച്ചത് അവൻ ഓങ്ങിയത്. പക്ഷെ ഓങ്ങിയത് ആ സമയത്ത് പോശിപ്പോയെന്നേ ഉള്ളു. കർത്താവ് കൃത്യസമയത്ത് തന്നെ താങ്ങി വലിയൊരു ആപത്തുനിന്ന് രക്ഷിക്കുകയും. അത് നാഷണൽ ഹൈവേ ആണെന്ന് ആലോചിക്കണം. ഉച്ചനേരത്തെ ഞാൻ എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ആൾക്കാർ ഉണ്ടായിരുന്നു. അവരെല്ലാം തൊട്ടടുത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് തന്നിട്ട് കൊണ്ടുപോയി കൈ കഴുകി ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു തൊട്ടപ്പുറത്ത് തന്നെ ആശുപത്രി ഉണ്ട്, അതിൽ പോയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ മാറിയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് ഞാൻ തൊട്ടടുത്ത് തന്നെ ചർച്ച് അങ്ങോട്ട് പോയി. ആ പോകുന്നതിന്റെ പോക്കിൽ ഞാൻ പറയും ചെയ്തു, കർത്താവ് നീ എനിക്ക് വേണ്ടി മുറിവ് അനുഭവിച്ചു, ഞാൻ ഈ മുറിവ് ഞാൻ അനുഭവിക്കില്ല. എനിക്ക് വേണ്ടി നീ മുറിവ് വഹിച്ചുകൊണ്ട് ഈ മുറിവിന്റെ മേൽ സൗഖ്യത്തെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴുകി അതിനൊന്ന് ഊതി എന്നിട്ട്
ആ വേദന പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് കഴുകുകയും ചെയ്ത് മരുന്ന് വെച്ചില്ല, ഒരു കുഴപ്പവുമില്ല, രക്തം തുടങ്ങി. അതിനുശേഷം 1.5 മണിക്കൂർ ഞാൻ അവിടെ ചർച്ചിൽ ഞാനൊന്ന് സംസാരിക്കുകയും ചെയ്തായിരുന്നു, ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് ആ കർത്താവ് തന്ന അത്ഭുതകരമായ ആ ഒരു രക്ഷ ഉണ്ടല്ലോ, ഹൈവേയിൽ സ്കൂട്ടർ മറിഞ്ഞു വീഴാന്ന് പറയുന്നത്, നിങ്ങൾ അത് ആലോചിച്ചോണം, എന്തുമാത്രം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വലിയൊരു അപകടത്തിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിക്കുക, വലിയൊരു അതുമാത്രം അത്രമാത്രം കർത്താവ് എന്നെ സ്നേഹിച്ചതിനെയും കാത്തു പരിപാലിക്കുന്നു. എന്നെ മാത്രമല്ല, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും പ്രകാരം കർത്താവിന്റെ നമുക്ക് അദൃശ്യമായ കരങ്ങൾ സംരക്ഷിക്കുന്നതിനോട് നന്ദി പറഞ്ഞു. ഈ കൂട്ടായ്മ വന്നു ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് ഇപ്രകാരം തന്നെ രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ടോംസ് പറഞ്ഞ പോലെ വലിയൊരു അനർത്ഥത്തിൽ നിന്ന് കർത്താവ് വെടിവെച്ചു. ഈ സമയം ദുഃഖമാകേണ്ട ഭവനത്തെ ഇന്ന് സാക്ഷ്യം പറയുവാൻ അനർത്ഥത്തിൽ നിന്നും വലിയൊരു ആപത്തും ദൈവം വെടിവെച്ചു. കർത്താവ് സൂക്ഷിച്ചതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഒത്തിരി ചില ആൾക്കാർ യൂട്യൂബിൽ പറയുന്നുണ്ട്, ചില നമ്മൾ റിമൂവ് ആയി പോകുന്നുണ്ട്, റിമൂവ് ആക്കുന്നുണ്ടെന്നൊക്കെ. റിമൂവ് ആക്കി പോകുന്നതല്ല, ചില സമയങ്ങളിൽ മ്യൂട്ട് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മ്യൂട്ട് വെക്കുന്ന സഹോദരന്മാർ പല പ്രാവശ്യം മ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സൂം നിങ്ങളെ എന്ത് ചെയ്യുന്നതാണ്, റിമൂവ് ആക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് റൂമിലോട്ടൊക്കെ പോയെന്നിരിക്കും, അങ്ങനെ റിമൂവ് ആക്കുന്നതാണ്. അപ്പോൾ ചിലർ ഒത്തിരി പേര് പരാതി പറയുന്നുണ്ട്, റിമൂവ് ആക്കുന്നതല്ല, അങ്ങനെ റിമൂവ് ആക്കേണ്ട കാര്യമില്ല. കാര്യം എത്ര പേര് വന്നാലും ഇതിനകത്ത് സ്വാഗതം, അതുകൊണ്ട് അങ്ങനെ വരുന്നതല്ല. പ്ലീസ്. ഒത്തിരി പേര് അൺമ്യൂട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ എല്ലാം ഓൺ ആക്കിയിട്ടുണ്ട്. ടോംസ് പറ അൺമ്യൂട്ട് അല്ല, എല്ലാം അൺമ്യൂട്ട് ആണല്ലോ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയുണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞാട്ടെ. അത് ഞാൻ നേരത്തെ തന്നെ അൺമ്യൂട്ട് കൊടുത്തതാ എല്ലാവർക്കും. ഓക്കെ ഇനി അൺമ്യൂട്ട് പറഞ്ഞു ബ്രദറെ കേൾക്കാമോ? പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എന്റെ മോളെ പറ്റിയാണ് പ്രാർത്ഥിച്ചായിരുന്നു. മീര എന്ന് പറഞ്ഞ എന്റെ മോളെ പറ്റി പറഞ്ഞായിരുന്നു. അതോട് തുടർന്ന് പറഞ്ഞു, ഒരു 14 സെന്റ് സ്ഥലം നെടുനീളത്തിൽ ഒരു വീട് ഇരിക്കുന്നു തുടർന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ പേരിലേക്ക് അമ്മ എഴുതി കൊടുത്തതാണ് ആ സ്ഥലവും. അങ്ങനെ ഒരു 14 സെന്റ് സ്ഥലവും ഒരു വീട്, നെടുനീളത്തിലിരുന്നൊരു വീടും. എന്നിട്ട് അത് പിന്നെ ചില സഹോദരന്മാരൊക്കെ അത് വേറെ തരത്തിൽ അത് കൈവശപ്പെടുത്തി അത് തിരിച്ചെഴുതി കൊടുത്ത് അത് വിറ്റ് കളഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് ഓർത്ത് എപ്പോഴും സങ്കടപ്പെടാറുണ്ട്. എന്നിട്ട് അത് അമ്മയ്ക്കും വിഷമമാക്കിയായിരുന്നു. ഞങ്ങൾ അത് പിന്നെ വിട്ട് കളഞ്ഞവരോ എന്നോട് ഇത് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? ഒരു 14 ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ന് പക്ഷെ നിങ്ങൾ ചർച്ചിൽ പോയപ്പോൾ, ഇന്ന് ഞായറാഴ്ച ചർച്ചിൽ പോയപ്പോഴത്തേക്കിനും മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു, നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളും നഷ്ടപ്പെട്ടു പോയ മുതലുകളും എല്ലാം നിങ്ങൾക്ക് ദൈവം തിരിച്ചു തരുന്നു, റീസ്റ്റോർ ചെയ്യുന്ന ഇന്നത്തെ പാസ്റ്ററിന്റെ ശക്തമായ ഒരു പ്രാർത്ഥനയായിരുന്നു. ഏലപ്പാറ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എന്നോട് ആന്റി ഇത് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്നോട് ഇത് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനോട് തുടർന്ന് ഇത് കേട്ടത് കൊണ്ടാ. എന്തോ മീര എന്ന് പറഞ്ഞ മോളുടെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ സെന്റിന്റെ സ്ഥലത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇല്ല. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ പോകണം. എത്ര പേര് ഇത് കേട്ടായിരുന്നു? ആ സ്ഥലത്തിന്റെ കാര്യവും മോളുടെ കാര്യവും. ആമേൻ. അപ്പൊ അതെങ്ങനെയാ നമ്മൾ അറിയത്തില്ല, പക്ഷെ കർത്താവ് നിങ്ങളുടെ കരത്തിലേക്ക് അത് തരുവാൻ ഇടയായിത്തീരും. കർത്താവിന്റെ കൃപയാൽ നിങ്ങൾക്ക് അത് ലഭിക്കുവാൻ ഇടയായിത്തീരും. ആ മകളുമായിട്ട് ബന്ധപ്പെട്ട് അവളുടെ ഭാവിയുടെ വാതിലിനെ കർത്താവ് തുറക്കാൻ പോവാ കേട്ടോ. അവളുടെ ഭാവിയുടെ വാതിലിനെ ദൈവം തുറക്കാൻ പോവാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ കഴിവതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ പ്രയറിൽ പങ്കുചേരുന്നവർ യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഏതിലാണേലും നിങ്ങളെ ഒത്തിരി എനിക്ക് കുറച്ച് സാക്ഷ്യങ്ങൾ മിസ്സാവുന്നുണ്ട്, ചില സാക്ഷ്യങ്ങൾ. അപ്പം നിങ്ങൾ അങ്ങനെ സാക്ഷിയുള്ളൂ, രണ്ടാമതൊന്നും കൂടെ എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കണം. സാക്ഷി അയക്കേണ്ട, ജസ്റ്റ് എന്നെ ഒന്ന്, ചില മെസ്സേജുകൾ ഒത്തിരി താഴെ പോകുന്നതുകൊണ്ടാണ്. ഒന്നും കൂടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്കോ, നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കല്ല, എന്തെങ്കിലും ഒരു ഹായോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ ഇത് കയറി വരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? വീണ്ടും അൺമ്യൂട്ടായെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സുശീല അംദേശ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം, എല്ലാവരും പറഞ്ഞു. മ്യൂട്ട് മാറ്റി പറഞ്ഞു. ഓക്കെ, എനിക്ക് വന്ന് വീണ്ടും മ്യൂട്ട് ആവുന്നുണ്ടല്ലോ. ഒരു സെക്കൻഡ്. ഇവിടെ ഒരു സെറ്റിങ്സ് വ്യത്യാസം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? മൈക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? മ്യൂട്ടഡാണെന്ന് കാണിക്കുന്നത്. ഒരു സെക്കൻഡ്.
ഇപ്പൊ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ സൗണ്ട്? പറ്റുന്നു. ഓക്കെ 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 ഓക്കെ. ഇവിടെ ഒരു സെറ്റിങ്സ് മാറി കിടക്കുമായിരുന്നു. ഓക്കെ, സാക്ഷ്യമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരു സെക്കൻഡ് നിങ്ങൾ ബാക്കി എല്ലാവരും ഇപ്പൊ സുശീല സിസ്റ്റർ പറയുന്നെങ്കിൽ ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്, നിങ്ങൾ തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്ത്, എന്നിട്ട് സിസ്റ്റർ മാത്രമാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാൻ സുശീല അന്തേഷാണ്. 2 പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് ഒരു ഗതിയില്ല, തിരിച്ചു വന്നെന്ന് പറഞ്ഞ എന്റെ കാര്യമായിരുന്നു ഫസ്റ്റ്. ഞാൻ പാസ്പോർട്ട് എടുത്ത് കൈ വെച്ചോണ്ടിരിക്കുവായിരുന്നു. ആമേൻ. സ്വത്ര എന്നോട് ഈ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഓ, കർത്താവ് അത് കണ്ടു കേട്ടോ. എത്ര പേര് ആലോചന കേട്ടായിരുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞ് 2 വട്ടം പോയിട്ട് നിരാശയോടെ തകർന്ന അവസ്ഥയിൽ വന്നതാണ്. പക്ഷെ കർത്താവ് വീണ്ടും സിസ്റ്ററെ അയക്കാൻ പോവാണ്. പക്ഷെ അയക്കുന്നത് ഇനി പ്രാവശ്യം അയക്കുന്നത് കർത്താവിൻ്റെ വലിയ കൃപയും പൊതിഞ്ഞുകൊണ്ടാണ് പോകാൻ പോകുന്നത്. ഏറ്റവും അനുഗ്രഹമായിട്ടാണ് പോകാൻ പോകുന്നത്. ഞാനത് യേശു തന്ന അധികാരത്തിൻ്റെ മേലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ തടസ്സങ്ങളെ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ അധികാരത്തിൽ നിന്നുകൊണ്ട് കൽപ്പിച്ചു പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവ വഴി തുറന്നിട്ടുണ്ട്. ധൈര്യത്തോടെ ഇരിക്കുക. വലിയൊരു നന്മയുടെ വാതിൽ തുറന്നു വരും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? ഓ, വീണ്ടും മ്യൂട്ടായിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പം മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ സിസ്റ്ററെ. ഹലോ, പറഞ്ഞോ. ഇപ്പോ ഞാൻ ഓരോരുത്തരുടെ പേര് വായിക്കും. ഇപ്പൊ വീണ സൗകര്യ പറയാൻ ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തു. ഹലോ ബ്രദറെ, പറഞ്ഞോട്ടെ? പറഞ്ഞു. വീണ ചേച്ചിയാണ് ഞാൻ. ഒരു സെക്കൻഡ്. ഞാൻ നിങ്ങളെല്ലാവരും ഇപ്പം മ്യൂട്ട് ചെയ്യാം. എന്നിട്ട് സാക്ഷ്യം പറയാനുള്ള ആള് നിങ്ങളുടെ അവിടുത്തെ ഒരു നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കമൻറ്റിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹാൻഡിൻ്റെ സിമ്പിൾ അത് റേസ് ചെയ്ത് കാണിച്ചാൽ മതി. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതനുസരിച്ച് ആൾക്കാരെ മ്യൂട്ട് മാറ്റാം. അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ മ്യൂട്ട് മാറ്റുന്നതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ വീണ സഹോദരീനെ ഇപ്പോൾ എന്ത് ചെയ്യാം, മ്യൂട്ട് സിസ്റ്റർ വീണ സഹോദരി മാത്രം മ്യൂട്ട് എന്ന് മാറ്റിക്കേ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണം. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ടെന്ന് എനിക്കറിയാം. സിസ്റ്റർക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഓരോരുത്തരെ മാറ്റുന്നതാണ് നല്ലത്. ഓക്കെ, സിസ്റ്റർ മ്യൂട്ട് മാറ്റിക്കൂ. ബ്രദറെ, എനിക്കൊരു വലിയൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞങ്ങൾ ഹസ്ബൻഡ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറെ നാളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പല ബിസിനസ്സും ചെയ്തു നോക്കി, പക്ഷെ അതിലെല്ലാം ഒരു ഫെയിലർ ആയിരുന്നു വരുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിച്ച സമയത്ത് പല സജഷൻസ് വന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥനയായിരുന്നു, പക്ഷെ ഒന്നും പ്രത്യേകിച്ച് ആൻസർ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ഒരു സ്വപ്നത്തിലൂടെയെങ്കിലും എന്നോടൊന്ന് കാണിച്ചു തരണം ഏത് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഒരാഴ്ച പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് എനിക്കൊരു ദിവസം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കാണിച്ചു തന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, ഹൃദയത്തിൽ അത് വെച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് എന്നെ വിളിച്ചു. ആ സെയിം ഇൻസിഡന്റ്, അത് റിലേറ്റഡ് ആയിട്ട് ഒരു ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തൊരു സ്വപ്നം തന്നെയായിരുന്നു. അത് തന്നെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് നമുക്ക് കർത്താവ് കാണിച്ചു തന്നൊരു ബിസിനസ്സാണ്. അദ്ദേഹം വിശ്വാസത്തിലല്ല, പക്ഷെ എന്റെ ഒരു ഇത് പറയുന്ന കേട്ടപ്പം പറഞ്ഞു നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് ആരുടെ മുമ്പിൽ ചോദിക്കാതെ തന്നെ ഞാൻ പിന്നെ ഒരു കാര്യം കൂടി കർത്താവിനോട് ചോദിച്ചു, ആരോടും കടം ചോദിക്കാതെ ഒരു ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണേന്ന്. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കർത്താവ് അതും എനിക്ക് ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങള് കഴിഞ്ഞ ആഴ്ചയിൽ ബിസിനസ് തുടങ്ങി. ഞാനത് വിശ്വസിക്കുകയാണ്, കർത്താവ് അതിനെ കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന്. അതോടൊപ്പം തന്നെ ബ്രദറെ, ഈ 2024 ഞാൻ ഹെവൻലി ഫീസ്റ്റില് സഭയില് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ഞാൻ അവിടെ വെച്ച് കേട്ടൊരു ദൂതാണ് കർത്താവിന്റെ ഈ 2024 ദൂതായിരുന്നു കർത്താവിന്റെ ഓപ്പണിംഗ് ന്യൂ ഡോർസ്. അപ്പൊ ഞാൻ എന്റെ വരുമാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കർത്താവ് അതും കൂടി എനിക്ക് തുറന്നു വന്നു, ഒരു വരുമാനം കൂടി എനിക്ക് കർത്താവ് തുറന്നു വന്നു. ഇത്തവണത്തെ കർത്താവിന്റെ ഒരു പ്രോമിസ് എന്റെ ജീവിതത്തിൽ ദൈവം നടത്തി തന്നത് ഏറ്റവും വലിയ സാക്ഷിയാണ്.
അത് ഞാൻ ആമേൻ. എല്ലാവരുടെയും മുമ്പിൽ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പറയുകയാണ്. ആമേൻ. ആമേൻ. നന്ദി കർത്താവ്. എന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞങ്ങൾക്കൊരു ദർശനം തരണം, സ്വപ്നത്തിലൂടെയെങ്കിലും ഇടപെടണം. കർത്താവ് ഇന്നത് ഇടപെട്ടു. അവർക്ക് തുടങ്ങാനും ഒരു കടം കൂടാതെ ആരംഭിക്കാനും കർത്താവ് ഇന്ന് സഹായിച്ചത് മുന്നോട്ട് വളരട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഇടപെടൽ പോലെ കർത്താവ് അവർക്ക് പുതിയ വഴികൾ ദൈവം തുറന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അടുത്ത ആളെ ഒന്ന് മ്യൂട്ട് മാറ്റുവാണ്. ലീല പി വിന്ന് ഹാൻഡ് കാണിച്ച ആളെ ഞാൻ എന്ത് ചെയ്യുന്നു? സിസ്റ്റർ പറഞ്ഞു. ബ്രദറെ, പ്രവീൺ എൻ്റെ ബ്രദറിന്റെ മോനാണ്. അവൻ കുടുംബമായിട്ട് അബുദാബിയിലാണ്. അവൻ സ്വന്തം വീടായിട്ട് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര പിണക്കത്തിലാണ്. അവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഇപ്പോൾ. പിന്നെ അവനെ നടുവേദനയായിട്ട് ഭയങ്കരമായിട്ട് അവൻ കഷ്ടപ്പെട്ടിരുന്ന, ഒരുപാട് ചികിത്സ ചെയ്തു. അതിന്റെ ഇടയിൽ ഇപ്പൊ ചെറിയൊരു ജോലിക്ക് കയറിയിട്ടുണ്ട്. അവനെ യേശു തൊടും കേട്ടോ. കർത്താവിനെ എനിക്ക് അറിയത്തില്ല, പ്രവീണിനെ കർത്താവ് സ്പർശിക്കുക എന്ന് പറഞ്ഞത്. അത് ഏറ്റെടുത്തോണം. കർത്താവ് എന്ന മകനോട് പറയണം, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കും. കർത്താവ് സകലതും ദൈവം നിന്റെ കുടുംബത്തിന്റെ വിഷയങ്ങളെ മാറ്റുമെന്ന് പറയണം. കർത്താവ് അവന്റെ സകല കാര്യങ്ങളെ, കുടുംബത്തിന്റെ കാര്യങ്ങളെയും ദൈവം അത്ഭുതമാക്കും കേട്ടോ. നമ്മൾ പറയണം. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിൻ്റെ ഇരിക്കട്ടെ. ശ്രുതി സിസ്റ്ററെ ഞാനിപ്പോൾ മ്യൂട്ട് മാറ്റാവേ. പറഞ്ഞു. ഹലോ ബ്രദറിനോട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇങ്ങനെ പ്രെയർ റിക്വസ്റ്റ് അയച്ചായിരുന്നു അച്ഛൻ്റെ ബിസിനസ്സിന്റെ കാര്യത്തിന്. അപ്പം അന്ന് ബ്രദർ എനിക്ക് തിരിച്ച് പ്രാർത്ഥിച്ചായിരുന്നു, മുടക്കമൊന്നുമില്ല, മുന്നോട്ട് പോകും. അപ്പം ഞാൻ സംസാരിച്ചിരുന്നത് അച്ഛന് സിമെന്റിന്റെ അതേപോലെ മണലിനെയും മെറ്റലിനെയും ഇതുണ്ട്. അപ്പം മണലും മെറ്റലും ഉള്ള ഇഷ്യൂ ആയിരുന്നു ഞാൻ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം മണലിലും മെറ്റലിലും നല്ല രീതിയിൽ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിനാദ്യം എൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് സിമെന്റിൻ്റെത് ഭയങ്കര മുടക്കമായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും ഇപ്പം സിമെന്റ് ഓർഡർ കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ മെറ്റീരിയൽ കിട്ടത്തില്ല. മെറ്റീരിയൽ ആയി റെഡി ആവുമ്പോൾ വണ്ടി കിട്ടത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ട് കഴിഞ്ഞ സാറ്റർഡേ കിട്ടിയ ഓർഡറാണ്. ഇതുവരെ നമുക്കത് ചെയ്യാൻ പറ്റാണ്ട്, ഒരു വണ്ടി കിട്ടാണ്ട് ഭയങ്കര, അപ്പൊ നമ്മുടെ ഓർഡറുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മാർക്കറ്റിൽ നമ്മളുടെ ക്രെഡിബിലിറ്റിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അങ്ങനെ ഭയങ്കര എന്നും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ ഇന്ന് ലോഡ് പോകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ അന്നൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ നമ്മള് വ്യാഴാഴ്ച സൂം മീറ്റിംഗ് കേട്ടപ്പോ ബ്രദർ, നമ്മുടെ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളൊരു സാക്ഷ്യം ഏതോ ഒരു സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം, അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അന്ന് പ്രാർത്ഥിച്ചു, വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു, നാളെ എന്തൊക്കെ സംഭവിച്ചാലും ലോഡ് പോകും. എന്റെ കർത്താവ് എന്തായാലും എനിക്ക് ആ ലോഡ് പോകും. വണ്ടി കിട്ടുമോ കിട്ടൂലോ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ ലോഡ് പോകും, എന്തായാലും നാളെ പോകുന്നു ഭയങ്കരമായിട്ട് വിശ്വസിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ പിറ്റേന്ന് രാവിലെ ഞാൻ അച്ഛനെ വിളിച്ചു വെച്ചു വണ്ടി പോയിട്ടുണ്ട്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ, അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണം, ഇന്ന് എന്തായാലും ഒരു നിമിഷം പോലും ഞാൻ പോകൂലെന്ന് ചിന്തിച്ചില്ല. പോകും തന്നെ, ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ലോഡ് പോകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഇന്നലെ ഞങ്ങൾക്ക് ലോഡ് പോയി. ഈ മാസം ആദ്യത്തെ ലോഡാണ് ഇന്നലെ പോകുന്നത്. പോയി. ഇപ്പം ഇനിയും ഒരു മുടക്കവും ഇല്ലാതെ ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ലോഡ് പോയി കഴിഞ്ഞാൽ ഇന്നലെ സാക്ഷ്യം പറയണമെന്ന്. പക്ഷെ ഞങ്ങൾ പുറത്തായതുകൊണ്ട് എനിക്ക് സൂം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാനത് ഇന്ന് എന്റെ സാക്ഷ്യം പറയാണ്. ഞാൻ ഉറച്ച് ഞാൻ വിശ്വസിച്ചായിരുന്നു ഇന്നലെ ലോഡ് പോകുന്ന. ഞാൻ എന്റെ ആ വിശ്വാസം പോലെ തന്നെ എന്റെ ദൈവം എനിക്ക് ചെയ്തു തന്നു. ഇന്നലെ ലോഡ് പോയി. ഇനി അങ്ങോട്ട് ബിസിനസ്സിനൊരു മുടക്കും വരാതെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്റെ ബ്രദർ, ഞാൻ മുൻപും പറഞ്ഞു ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ എന്റെ ബ്രദർ തന്നെ അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ അവനിപ്പോ സെയിലിന് പോയി അവിടെ ചെന്നപ്പോ അവന് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അവൻ പഠിച്ചതുമായിട്ടൊന്നും അല്ല, അതിലും വലിയ കാര്യങ്ങളാണ് അവിടെ ഷിപ്പിന്റെ ഉള്ളിലുള്ളത്. അവൻ പഠിച്ചതൊന്നും ഒന്നുമല്ല എന്നാണ്. ആള് ഭയങ്കര ഡൗൺ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ബ്രദറിനെ ഒന്ന് വിളിച്ച്. അപ്പൊ അവൻ ബ്രദറിന് വോയിസ് ഇട്ടായിരുന്നു, മേ ബി കുറെ ഇത് മെസ്സേജ് വരുന്നോണ്ട് അവന് റിപ്ലൈ കിട്ടിയില്ല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആ റിപ്ലൈ നോക്കണ്ട, പറഞ്ഞു പാമ്പുകളെയും തേളുകളെയും വചനം അയച്ചു കൊടുക്കും. അപ്പൊ അവനോട് ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ എന്നും അത് പറഞ്ഞാൽ മതി. അപ്പം അവനിപ്പോ എന്നും അത് പറയുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പം ഈ ഒരു വചനം അവന്റെ ജീവിതത്തിൽ കർത്താവിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയായി മാറുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവനവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് എല്ലാവരുടെ പ്രെയർ റിക്വസ്റ്റും അതേപോലെ അച്ഛന്റെ ബിസിനസിന്റെ കാര്യത്തിലും ഞാൻ ചോദിക്കുകയും കൂടി ചെയ്യാണ്.
ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ വിശ്വാസം കേട്ടപ്പം ആ വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കാൻ ഒരു ബലം കിട്ടി. അങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപയാൽ കുറേ നാളുകളായിട്ട് ഭാരപ്പെട്ടൊരു വിഷയമായിരുന്നു. കർത്താവ് ആ വിഷയത്തിൻ്റെ മേൽ ഇടപെട്ടതിന് നന്ദി. ദൈവം വഴി തുറന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ദിരാ സഹോദരിക്ക് വേണ്ടി ഇപ്പം സഹോദരി കൈ കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പം മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിട്ട്. അപ്പോൾ എല്ലാവരും മ്യൂട്ട് മാറ്റുമ്പോൾ ഒരു കുഴപ്പമില്ല. സിസ്റ്റർ പറഞ്ഞു, മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഹലോ, ആക്ച്വലി ഞാൻ ഇന്ദിരയാണ് എൻ്റെ പേര്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ആൽക്കഹോൾ വിത്ഡ്രാവൽ സിൻഡ്രോമായിട്ട് ഒരു 4 days എഗോ അഡ്മിറ്റ് ആയി. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ബൈബിളൊന്നും വായിക്കാറില്ല. ഒത്തിരി ഡൗൺ ആയിപ്പോയി. ഈ ആൽക്കഹോൾ കാരണം ഫാമിലിയിൽ സമാധാനമില്ല. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി, എന്തിനാ ജീവിക്കുന്നത്, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ച ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചായാലും സമാധാനം സന്തോഷം ഇല്ലാതെ ഇങ്ങനെ കഴിയുമായിരുന്നു. പിന്നെ 4 ദിവസം മുൻപിൽ 11th നൈറ്റ് ജൂൺ ഈ 4 days എഗോ അഡ്മിറ്റ് ആയി ICUല്. അപ്പൊ അവര് പറഞ്ഞ് ഭയങ്കര ലൈഫ് ത്രെട്ടനിങ് ആണ്, സീരിയസ് ആണ് കണ്ടീഷൻ, ഫുള്ള് ഹലൂസിനേഷൻ, പിന്നെ വിത്ഡ്രാവൽ സിൻഡ്രോംസ് എല്ലാം ഉണ്ട്. അപ്പോൾ മെഡിസിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, IV കൊടുത്താലേ ശരിയാത്തുള്ളൂന്ന്. എന്നാലും എനിക്ക് ദൈവത്തിനോട് ഞാൻ ബൈബിൾ എടുക്കാറേ ഇല്ല, എടുത്തിട്ട് വർഷങ്ങളായി. എന്നാലും എല്ലാവരെയും വിളിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഇന്നലെ വീണ ചേച്ചി പറഞ്ഞു, ഈ മീറ്റിംഗിൽ ഞങ്ങൾ കയറിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ കയറുന്നത്. അവർ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ദൈവം നിങ്ങളെ അനുകരിക്കുന്നു. ഞാൻ മലയാളിയല്ല, തമിഴാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ് അവര്. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക, നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് പുള്ളി റിക്കവേർഡായി. ഇപ്പൊ റൂമിലോട്ട് വിട്ട്, മിഞ്ഞാന്നേ വിട്ടായിരുന്നു റൂമില്. പക്ഷെ ചേച്ചി പറഞ്ഞപ്പോ തൊട്ട് എനിക്കും ഒരു വിശ്വാസം, ഞാൻ ദൈവത്തിനോട് അടുക്കണം, പ്രാർത്ഥിക്കണം, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എപ്പോഴും ആ ചേച്ചി പറയും, നെഗറ്റീവായിട്ട് ചിന്തിക്കുകയേ ചെയ്യരുത്. ഞാൻ അവരോട് കരഞ്ഞല്ല, ഞാൻ കരഞ്ഞത് അവർ കണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്നാന്നും പോലും മനസ്സിലാകാതെ പ്രാർത്ഥിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ മീറ്റിംഗില് ചേച്ചി ഒന്ന് കേറ്, ഇവര് നിങ്ങളുടെ പേര് പറഞ്ഞൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ദൈവം ബ്ലെസ് ചെയ്യുന്നുണ്ട് ഇന്ദിരയെന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒന്ന് കേറുന്നൊക്കെ. ഇപ്പോ വലിയ ആശ്വാസമാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി. ഓക്കെ സിസ്റ്റർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? കേൾക്കുന്നുണ്ട്. സിസ്റ്ററെ ആരുടെ പേരാ വെളിപ്പെട്ട സിസ്റ്റർ കേട്ടത്? സിസ്റ്റർ കേട്ടതാണോ അവര് കേട്ടിട്ട് പറഞ്ഞാണോ? അവര് കേട്ടിട്ടാണ് പറഞ്ഞത്. ആരുടെ പേരാ സിസ്റ്റർ? ഓക്കെ സിസ്റ്റർ. ഓക്കെ, അപ്പൊ സിസ്റ്റർ ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് കേറിയിട്ടേ ഇല്ല അല്ലേ? ജോയിൻ ചെയ്തിട്ടേ ഇല്ല? ഇപ്പൊ ഈ ഇടയ്ക്കാട്ട് ഐ തിങ്ക് ലാസ്റ്റ് തേഴ്സ്ഡേ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. അവര് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ പേര് പറഞ്ഞായിരുന്നു, രാജേഷ് എന്നും പേര് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. രാജേഷ. ഓക്കെ, രാജേഷ് എന്നും ഇന്ദിര എന്നുള്ള പേര് കേട്ടായിരുന്നു അല്ലേ? അതെ. ഓക്കെ, ഇപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? അതിനുശേഷം വ്യത്യാസമുണ്ടോ? ഇപ്പം ഫുള്ള് റിക്കവറി, കോൺഷ്യസ് ഓറിയന്റഡ് ആണ്. ആമേൻ. തീർച്ചയായിട്ടും. എത്ര പേര് ഞാൻ ഓർക്കുന്നില്ല, കാരണം വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രയറുകൾ പോകുന്നതുകൊണ്ട് എനിക്കിന്ന് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടായിരിക്കും ആ പ്രാർത്ഥനകൾ. അപ്പോൾ സിസ്റ്റർ അവരെ വീണ സഹോദരിയൊക്കെ പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആ സഹോദരി ഇന്ദിര എന്നുള്ള പേരും രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ തുടർന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അത് വെറുതെ പറയുകയല്ല, ഇപ്പം സിസ്റ്റർ പറഞ്ഞുള്ളത് തന്നെ. അതിനുശേഷം ഇപ്പം പറഞ്ഞ അസ്വസ്ഥതയിലായിരുന്ന ഹസ്ബൻഡ് വേഗത്തിൽ റിക്കവർ ആകുവാൻ കർത്താവ് ഇടയാക്കി. അപ്പം ഞാനൊരു കാര്യം പറയാം, സിസ്റ്റർ ഇന്ന് ആദ്യമായിട്ടാണ് പ്രാർത്ഥനയിൽ കയറുന്നത്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഇപ്പൊ കേറിയിട്ടാണ് ഒന്നുമേ കേറിയിട്ടില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പ്രയറിന് തന്നെ കേറുന്നത്. സൂം മീറ്റിംഗിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ സിസ്റ്ററുടെ പ്രാർത്ഥനയ്ക്ക് ഉള്ളതുകൊണ്ട് സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് ആ സമയത്ത് കയറിയിട്ടേ ഇല്ല. ഇന്ദ്രനെയും രാജേഷിനെയും കർത്താവ് തൊടുന്നു എന്ന് പറയുമ്പോൾ തന്നെ വേറൊരാൾ കേട്ടിട്ടാണ് പറഞ്ഞത്. വീണ സഹോദരി ഇതിനകത്തുണ്ട്, അവർ അവിടെ സൗദിയിലാണ്, മിഡിൽ ഈസ്റ്റിൽ. അപ്പോൾ അവർ പറഞ്ഞു, ഇതേപോലെ നിങ്ങളുടെ പേര് വെളിപ്പെടുത്തുന്നു. അത് കേട്ടത് മാത്രമല്ല, ആ വെളിപ്പെടുത്തതിന് ശേഷം കർത്താവ് ഹസ്ബൻഡിനെ തൊടുകയും
വേഗത്തിൽ അത് റിക്കവർ ചെയ്ത് വരുവാനും കർത്താവ് ഇടയാക്കി. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ കൂടെ എല്ലാവരും എന്ന് പറഞ്ഞാട്ടെ, യേശു ജീവിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. യേശു ജീവിക്കുന്നു. എനിക്കൊന്ന് എല്ലാവരും മ്യൂട്ടായി കിടക്കും അല്ലേ? സ്വതന്ത്രം. അപ്പോൾ യേശു ജീവിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയുണ്ട്. ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിപ്പം എല്ലാവർക്കും, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് മ്യൂട്ട് മാറ്റുമ്പോൾ ഭയങ്കര സൗണ്ട് വരുന്നതുകൊണ്ടാണ്. സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നും പ്രാർത്ഥനയ്ക്ക് കയറുക. പ്രാർത്ഥനയ്ക്ക് കയറിയുള്ള ഗുണം ഞാൻ പറയാം. നിങ്ങളുടെ അവസ്ഥകളെ കർത്താവ് മാറ്റും. ഇന്ന് നിങ്ങളെ അറിയാത്ത സമയത്ത് നിങ്ങളുടെ പേരും കാര്യങ്ങളും കർത്താവ് അത് വെളിപ്പെടുത്തി മാത്രമല്ല, ഹസ്ബൻഡിന് ഒരു വിടുതലും ദൈവം തന്നെങ്കിൽ ഇനിയും നിങ്ങളെ അനുഗ്രഹിക്കും, ഇനിയും നിങ്ങളെ മാനിക്കും. കർത്താവ് എന്നെ കാണിക്കുന്നു, തല കുനിക്കപ്പെട്ടോടത്തൊക്കെയും തല ഉയർത്തും. നിങ്ങളുടെ വീഴ്ച നോക്കി നിൽക്കുന്ന അനേകരുണ്ട്. അവരുടെ അടവിലൊക്കെയും ദൈവം മാനിക്കും. പലപ്പോഴും രക്ഷപ്പെടേണ്ടവരാണ് നിങ്ങൾ. പല വഴിയും തുറന്നിട്ടും അവിടെയൊക്കെയും കുടുങ്ങിപ്പോയവരാ. അവിടെ എല്ലാം കുടുങ്ങിപ്പോയവരാ. പക്ഷെ അതിൽ നിന്നൊക്കെയും നിങ്ങൾ പലപ്പോഴും പുറത്തു വന്നവരാണ്. ദൈവത്തെ വിളിക്കുക. പലപ്പോഴും ജീവിതം ഇട്ടെറിഞ്ഞിട്ട് എങ്ങോട്ടേലും ഒക്കെ ഓടിപ്പോയാലെന്നുള്ള ചിന്തിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കർത്താവിനോട് പറയുന്നു, ഇല്ല, ദൈവം നിങ്ങളെ കണ്ടതാണ്. കർത്താവ് ഉയർത്തും, മാനിക്കും. കർത്താവിനോട് പറയുന്നു, വലിയ അനുഗ്രഹമാക്കി ദൈവം നിങ്ങളെ നിർത്തും. കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മ്യൂട്ട് ചെയ്തു സിസ്റ്ററെ. ഞാൻ ജെസ്സി മാത്യു എന്നുള്ള സിസ്റ്ററെ അൺമ്യൂട്ട് ചെയ്യുവാണ്. സിസ്റ്റർ പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ ഇപ്പം പറഞ്ഞില്ലേ മോൻ അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന്. അപ്പം ഞാൻ ആക്ച്വലി ഇന്നലെ ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഐ വാസ് ദെയർ. അപ്പൊ ഇടയ്ക്ക് എൻ്റെ മോൾ UK വിളിച്ചപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് ഇല്ലായിരുന്നു. സോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇനിയും ബിക്കോസ് ഞാൻ കുറേ നാളായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി മൈ സൺ. അന്നേരം അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എന്തെങ്കിലും മിസ്സായോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും ബ്രദറിൻ്റെ ഇന്നലത്തേത് ഞാൻ യൂട്യൂബിൽ വാച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങോട്ട് ഇതിൽ കയറുന്നതിന് മുമ്പേ ഞാൻ പിന്നെയും പ്രാർത്ഥിക്കുമായിരുന്നു. ദാറ്റ് ഐ വുഡ് ബി ഏബിൾ ടു ഹിയർ ഫ്രം ഗോഡ് ടുഡേ എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട്. സോ ദെൻ വെൻ യു ടോൾ അരുൺ മോഹനന് വേണ്ടിയിട്ട് ഐ ന്യൂ ഇറ്റ് വാസ് ഫോർ മൈ സൺ. അവൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് നമ്മൾ കുഞ്ഞുങ്ങളെ കൊച്ചിലെ മുതലേ പള്ളിയിലും പോയി ഒക്കെയാണ് നല്ലതായിട്ട് വളർത്തിയത്. പക്ഷെ ഇപ്പൊ അവര് കല്യാണം കഴിഞ്ഞ് അവരുടെ ആ സ്പിരിച്വൽ ഗ്രോത്തിൽ ഭയങ്കര എനിക്ക് ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അവരുടെ സ്പിരിച്വൽ ഗ്രോത്തിന് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോ ഐ ജസ്റ്റ് താങ്ക് ഗോഡ് ദാറ്റ് ഹി റിവീൽഡ് ടു മീ ത്രൂ യു that God will transform his heart and that ദൈവം അവരെ നമ്മളെക്കാട്ടിലും കൂടുതൽ സ്നേഹിക്കുന്നു. ആൻഡ് അവരെ ഒരിക്കലും ദൈവം അവരെ വിടത്തില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ പിന്നെ എനിക്കൊരു സംശയം, why my prayers are not answered, but I know God is faithful. തീർച്ചയായിട്ടും കർത്താവ് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വന്നതാണ്. ഇന്നലെ ഉച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് കർത്താവ് പറഞ്ഞു. പക്ഷേ ഇന്നലെ എനിക്കത് പറയാൻ കഴിഞ്ഞില്ല, ഇന്നലെ എനിക്കത് മിസ്സായിപ്പോയി. പക്ഷേ ഇന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു അരുണിൻ്റെ മകനാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നമ്മുടെ പ്രാർത്ഥനയിൽ അരുണുകളുള്ളതെന്ന് എനിക്കറിയാം, അരുണിനുള്ള സഹോദരൻ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളിൽ കർത്താവുണ്ട്, വല്ല മകനാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ട്, കർത്താവ് ഇന്ന് അവനെ തൊടാൻ പോവുകയെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ധൈര്യത്തോടെ ഏറ്റെടുത്തോണം. അവൻ ആള് മാറിയവനെ പോലെ കർത്താവ് മാറ്റും. പരിശുദ്ധാത്മാവുമായിട്ടൊരു എൻകൗണ്ടർ അവൻ്റെ ജീവിതത്തിലുണ്ടാകും. ആ എൻകൗണ്ടർ അവനെ കർത്താവ് വലിയ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യും. കർത്താവിൻ്റെ വലിയ മഹത്വം അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. അവരെ അനുഗ്രഹമായി മകൻ മാറും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ, ഗോഡ് ബ്ലെസ് യു. Thank you, brother. That's exactly what I want. Thank you. God bless you, sister. ആമേൻ. ഞാൻ അരുൺ കെ തോമസ് എന്ന് പറഞ്ഞ ആ സഹോദരനെ അൺമ്യൂട്ട് ചെയ്യുവാണേ. കൈ കാണിച്ചുകൊണ്ടാണ്. പറഞ്ഞു സഹോദരൻ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് കൈ കാണിച്ചത്? കേൾക്കാൻ പറ്റുന്നുണ്ടോ സഹോദര? ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോകണം. ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ.
Praise the ആ, ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം മഹത്വമുണ്ടാകട്ടെ. പറഞ്ഞു മിസ്റ്ററെ. ഞാൻ കഴിഞ്ഞ മെയ് 30 മുതലാണ് ആദ്യമായി പ്രേയറിൽ കയറിയത്. അന്ന് ആദ്യമായി കഴിഞ്ഞ മെയ് 30 മുതലാണ് ഞാൻ ആദ്യമായി പ്രേയറിന് കയറിയത്. അന്ന് ആദ്യമായി കയറിയവർക്ക് വേണ്ടി പലർക്കും വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഞാനും ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഒരു സാമ്പത്തിക ഒത്തിരി കുരുക്കിൽ കിടക്കുകയാണെന്ന് എന്നോട് പറയുകയുണ്ടായി. ദൈവം വിശാലത വരുത്തുമെന്ന് പറഞ്ഞു. അപ്പോ ഹസ്ബൻഡിന് കഴിഞ്ഞിടെ ഒരു പ്രൊമോഷനൊക്കെ കിട്ടിയിരുന്നു. എനിക്കിത് കേട്ടപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ സാമ്പത്തിക കുഴപ്പമില്ലാതെ എങ്ങനെ പോകുന്നല്ലോ എന്ന് ഓർത്തിരുന്നു. എന്നാൽ ഞാനിത് ഹസ്ബൻഡിനോട് ഇത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസെന്റീവ് 2 മാസത്തോളമായിട്ട് അത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 13-ാം തീയതി അത് റിലീസായിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് ഞങ്ങൾ അതിന്റെ ഹസ്ബൻഡ് മെസ്സേജ് കണ്ടത്. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചത് മെയ് 30-ന്, 13-ാം തീയതി അത് റിലീസായി. അപ്പോൾ 15-ാമത്തെ ദിവസം ദൈവം അതിന്റെ അത്ഭുതം കാണുവാൻ ഇടയായി. ഇന്നാണ് അത് ഞങ്ങൾ കണ്ടത്. അപ്പോ നന്ദി പറയും. നന്ദി കർത്താവ്. സിസ്റ്റർ ധന്യ സിസ്റ്റർ പറഞ്ഞത് ഇതാണ്. കഴിഞ്ഞ ദിവസം സിസ്റ്റർ പ്രാർത്ഥിച്ചായിരുന്നു ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞ് സാമ്പത്തികമായിട്ടുള്ള കുരുക്കുകളെ ദൈവം അഴിക്കുന്നു എന്ന് പറഞ്ഞു. സിസ്റ്റർ അപ്പോൾ ഓർത്ത് വേറെ സാമ്പത്തിക കുരുക്കുകളൊന്നും ഇല്ലല്ലോ. പക്ഷേ സിസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിച്ച ഡേറ്റും ഒക്കെ സിസ്റ്റർ പറഞ്ഞു. അതിനുശേഷം തടഞ്ഞു വെച്ച ആ ഒരു എമൗണ്ട് റിലീസാകുവാൻ ഇടയായി തീർന്നു. ആ കുരുക്കായി കിടന്നത് അത് തന്നെയാണ് കർത്താവിന് കുരുങ്ങിക്കിടന്ന് എല്ലാം അഴിയുവാന്ന് പറഞ്ഞു. ആ തടഞ്ഞു വെച്ചതെല്ലാം മാറി. ഇന്നത് അവർക്ക് മുമ്പിൽ ആ സാമ്പത്തിക വഴി തുറന്നു. ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്യമുണ്ട്, നിങ്ങൾക്ക് തുറക്കാനും അടയ്ക്കാനും അധികാരമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വഴികൾ തുറക്കും. കർത്താവേ, ആ സാക്ഷ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? അരുൺ ബ്രദറെ പറയാൻ വേണ്ടിയാണോ? ഞാനിപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും എല്ലാവരും അൺമ്യൂട്ട് ആവുന്നുണ്ടല്ലോ. അരുൺ ബ്രദറിനെ ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. അരുൺ ബ്രദർക്ക് വീണ്ടും കൈ ഉയർത്തുന്നുണ്ടല്ലോ. ഓക്കെ, മറ്റാരെങ്കിലും ഉണ്ടോ പറയാൻ? എനിക്കൊന്നും അദ്ദേഹം കേൾക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. പറയാൻ വേണ്ടിയാണോ ഇപ്പം മ്യൂട്ട് മാറ്റിയേക്കുന്നത്? ജോർജ് ചാക്കോ എന്നുള്ളത് മ്യൂട്ട് മാറ്റി കിടക്കുന്നു. പറയാൻ വേണ്ടിയാണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സഹോദരി പറഞ്ഞനുസരിച്ച് ഇത് കയറിയ 13-ാം തീയതി തൊട്ട് ഈ സൂമിലെ കയറിയത്. അത് പ്രാർത്ഥിച്ച് പിന്നെ അനുഗ്രഹത്തിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ ട്രാവൽസിലെ ടൂറിസ്റ്റുകളെ, ഞാൻ ഗൾഫില് 32 വർഷത്തോളം ജോലി ചെയ്ത, മടങ്ങി വന്ന് പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്ത അവസ്ഥയിലായി കഴിഞ്ഞപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയായി. പിന്നെ ഞാൻ വണ്ടി എടുത്ത് ടാക്സി ഓടിക്കാൻ വേണ്ടി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രയോജനമില്ലായി. പിന്നെ ഞാൻ തന്നെത്താനായി. അങ്ങനെ ഇപ്പൊ എറണാകുളത്ത് വന്ന് ഞാനിങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ 2-3 മാസമായിട്ട് എനിക്ക് ട്രിപ്പൊന്നുമില്ല. വളരെ മോശമായിട്ടായിരുന്നു. ആ സമയത്ത് അന്ന് അനുഗ്രഹത്തിന്റെ ഒരു ഇത് പറഞ്ഞു. എനിക്ക് അത് കഴിഞ്ഞപ്പോ ഇന്നലെ തൊട്ട് എനിക്ക് ട്രിപ്പ് കിട്ടി. മിനിഞ്ഞാന്ന് തൊട്ട് എനിക്ക് ട്രിപ്പ് കിട്ടി. പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ട് 15-ാം തീയതി മുതൽ എനിക്ക് ട്രിപ്പ് കിട്ടി രാത്രിയില്. അപ്പൊ എനിക്ക് നല്ലൊരു അനുഗ്രഹമായിരുന്നു അത് കിട്ടിയത്. ഇതായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ ജോർജ് ബ്രദർ പറഞ്ഞത് ഞാൻ പറഞ്ഞു, നമ്മൾ ചില കാര്യങ്ങളെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും, നന്മകളെ തുറക്കാൻ പറ്റും. പ്രിയമൻ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. അതിനുശേഷം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നന്മ തുറന്നു, അനുഗ്രഹം ലഭിക്കുവാൻ ഇടയായി തീർന്നു. അപ്പം ഇനിയും കർത്താവിനെ സംബന്ധിച്ച് ചേർന്ന് നിൽക്കുക. ദൈവം ഉയർത്തും, ദൈവം മാനിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദറെ. ഗോഡ് ബ്ലസ് യു. അതുപോലെ ഞാൻ ഒരു ഫാമിലി പ്രോബ്ലം പറഞ്ഞില്ലായിരുന്നു. പിന്നെ വർഷങ്ങളായിട്ട് സെപ്പറേറ്റ് ആയില്ല. മോന് UK-ലാ. അവന് എന്നോട് വൈഫ് ഇവനെ എന്നിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി തീർത്തേക്കുക. ഞാൻ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് മെസ്സേജ് മാത്രം കൊടുക്കുന്നുണ്ട്. ഇതുവരെ വല്ലപ്പോഴും അവനെ അത് ഓപ്പൺ ആക്കി കാണുകയും ചെയ്യും. അപ്പം ഇതുവരെയും എന്നോട് പിന്നെ സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല.
പിന്നെ ഇത് എന്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു പോന്നു കഴിഞ്ഞ പിന്നെ എന്നോട് ഇവര് സെപ്പറേറ്റ് എന്റെ കയ്യിലെ എല്ലാ സാമ്പത്തികം എല്ലാം ഇവർ സ്വന്തമാക്കിയിട്ടായിരുന്നു. ഇനിയിപ്പോ എനിക്കൊരു 3 കോടി രൂപയിൽ കൂടുതലുള്ള ബാംഗ്ലൂർ സ്ഥലമുണ്ട്, പിന്നെ 2 വീട് വെക്കാനുള്ള സ്ഥലമുണ്ട്. അതെല്ലാം ഇവര് സ്വന്തമാക്കി കഴിഞ്ഞു. ഇവിടെ ഒരു വീട് വെച്ചിട്ടുണ്ട്, നല്ല 3000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാ വെച്ചേക്കുന്നത്. ആ വീട്ടില് അവരുടെ സ്ഥലത്ത് തന്നെയായിരുന്നു, അവരുടെ സ്ഥലത്തിന്റെ അടുത്ത് തന്നെ വെച്ച്. ഇപ്പൊ എനിക്ക് അവിടെ ഞാൻ പോകുന്നുണ്ട്, എന്റെ പേരൂടെ ഉണ്ട്, എന്നെ ഇറക്കി വിടത്തില്ല, അങ്ങനെയുള്ള ഇതുള്ളൂ. ആ വീട്ടിലൊരു സമാധാനമില്ല, കയറി ചെല്ലുമ്പോഴുമില്ല. ഞാനിപ്പം വേറെ എന്റെ സ്വന്തം നാട് റാന്നിയ, അവിടെ ഞാനിപ്പോ വേറെ ഒരു വീട് എടുത്ത് താമസിക്കാൻ ഉള്ള പ്ലാനില്ല ഇടയ്ക്ക് എടുത്തേക്കുന്നത്. വേറൊരു അമേരിക്കക്കാരുടെ ഒരു വീട് അവിടെ അടഞ്ഞു കിടന്നു. അത് ഞാൻ ചോദിച്ചപ്പോ തന്നു. അത് അതിന്റെ മെയിൻ്റെനൻസ് ചെയ്ത് ഞാൻ എടുക്കാൻ വേണ്ടി ഇരിക്കുക, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഇത്. അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ ദൈവ അനുഗ്രഹങ്ങൾ തരാൻ തുടങ്ങി. പിന്നെ എന്റെ ഒരു സഹോദരി എറണാകുളത്തുള്ള, അവര് ഇതുപോലെ പറഞ്ഞു, ഈ സൂമിൽ കയറാൻ പറഞ്ഞു, ലിങ്ക് ഇട്ട് അയച്ചു തന്ന്. അങ്ങനെ ഈ സൂമിൽ വന്നത്, അങ്ങനെ വന്നത് എനിക്ക് ഏറ്റവും അനുഗ്രഹമായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ബ്രദറെ, കർത്താവ് ഇനിയും അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും കർത്താവ് ഇനിയും അനുഗ്രഹിക്കും. കർത്താവ് ഇനിയും വിസ്താരമായി തന്നെ തുറക്കും. തകർന്ന അവസ്ഥയിൽ നിന്നും ദൈവം പണിതെടുക്കും. ദൈവം അത്ഭുതമാക്കി മാറ്റുന്നു. കേട്ടതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തകർച്ചയിലൂടെ വന്നു. പക്ഷേ പ്രാർത്ഥന, ഈ ഒരു കൂട്ടായ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകളെയും ഒത്തിരി സമാധാനത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഇടയാക്കി തീർന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് എൻ്റെ അവസ്ഥകളെ മാറ്റി എന്ന് പറയത്തക്കവണ്ണം വലിയ വഴിത്തിരിവിലേക്ക് പ്രിയമാൻ്റെ ജീവിതം മാറട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഞാൻ ഒരു വോയിസ് മെസ്സേജ് ബ്രദറിന് അയച്ചിട്ടുണ്ട്, ഒരു പ്രാർത്ഥനാ വിഷയം. അത് കേട്ടിട്ട് ബ്രദർ പ്രാർത്ഥിക്കണം. എൻ്റെ മക്കള് തീരെ ഒരു കഷ്ടത്തിലാണ്. തീർച്ചയായിട്ടും ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാൻ എന്തായാലും വൈകിട്ടൊന്ന് റിപ്ലൈ തരുന്നുണ്ട് എല്ലാവർക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? റാണി സന്തോഷ് എന്നുള്ള സിസ്റ്റർ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ഓക്കെ, എന്നാൽ മ്യൂട്ട് ചെയ്തു. മറ്റാരും ഇല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ജോളി ബ്രദർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജോളി ബ്രദർ. ഓക്കെ, ജോളി ബ്രദറെ കേൾക്കുന്നുണ്ടോ? ജോളി ബ്രദറെ ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, പറയാമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു സൗഖ്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 9 വയസ്സുള്ള കുട്ടി, ആ കുട്ടിക്ക് ചങ്കിന് വേദനയാണ്. കളിക്കുമ്പോഴോ ഓടുമ്പോഴോ എല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വന്നിട്ട് ചങ്കിന് വേദന എന്ന് പറയും. ഞാൻ ലെഫ്റ്റ് ചെസ്റ്റിലാണ്. ഞാൻ അറിഞ്ഞ ഉടനെ ഞാൻ ചെന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ എനിക്കൊരു പ്രേരണ ഉണ്ടായി. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ തല കൈവച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ ആ കൊച്ചിന് അസുഖമൊന്നും ഉണ്ടായില്ല, ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായില്ല. ഇത് അതേ കുട്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ബെഡ് കിടന്ന് മൂത്രം ഒഴിക്കുന്ന സ്വഭാവമുള്ള കുട്ടിയാണ്. ആ കുട്ടിയെ നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവർക്ക് വലിയ സൗഖ്യം കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവർക്ക് ചെസ്റ്റ് പെയിനിന് വലിയ അനുഗ്രഹം, വലിയ സൗഖ്യം കർത്താവ് കൊടുത്തു. ദൈവത്തെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആമേൻ. നന്ദി കർത്താവേ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കൃപയാൽ പ്രിയമാന് പ്രാർത്ഥിക്കാൻ കൃപ കൊടുത്തല്ലോ. ആ മകന്റെ മേൽ വലിയൊരു സൗഖ്യത്തെ കാണുവാൻ, ആ ചെസ്റ്റ് പെയിനിൽ നിന്നും സൗഖ്യത്തെ കാണുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവ് പ്രിയ മകന്റെ കൈകളെ ഉപയോഗിച്ചതിന് നന്ദി. ഇനിയും അനേകർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാനും സൗഖ്യത്തെ കൊടുക്കുവാനും ദൈവം ഉപകരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് പറയാൻ. ഹലോ ബ്രദറെ, എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞു. ഇന്നലെ എന്റെ ചെറുമാന്റെ സ്കൂളിൽ ചെല്ലണം ചെന്ന് അവര്
പിന്നെ ടീച്ചർ എന്നെ അങ്ങോട്ട് വിളിച്ച് ഒരു 2:30 മണി സമയമായി ഉച്ചയ്ക്ക്. 2:30 മണിയായ സമയമായപ്പോ ഞാൻ വെള്ളിയാഴ്ച നാളല്ല, ഞാൻ സ്പീഡിൽ പോവും. അപ്പം ഒരു 3/4 കിലോമീറ്റർ നടന്നെങ്കിലേ ബസ് കയറാൻ ഒക്കത്തുള്ളൂ. അപ്പൊ ഇത് ഇട റോഡിലാകുമ്പം ബസ്സും ആൾക്കാരും കൂടുതൽ ഇല്ലാത്തൊരു സമയമായി, 2:45. അപ്പൊ ഒരു സ്കൂട്ടറുകാരന് സ്പീഡിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇവിടെ അടുത്ത് പിന്നെ ഒരു പള്ളി ചർച്ചുണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ ഈ കാണുന്ന ചർച്ചിന്റെ വാതൊക്കെ വെച്ചായിരുന്നു. അന്നേരം പറഞ്ഞു ഇവിടെ പിന്നെ ഭർത്താവ് മരിച്ച സ്ത്രീ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല, ഇതിന്റെ പരിസരത്തെല്ലാം ക്രിസ്ത്യൻസാ താമസിക്കുന്ന, അവരോട് ചോദിച്ചാട്ടെ, എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, വീണ്ടും ചോദിച്ചു ഭർത്താവ് മറ്റൊരു സ്ത്രീ ഉണ്ടോ? ഞാൻ പറയൂ ബ്രദറെ എനിക്ക് അറിയത്തില്ല, ഞാൻ പള്ളിയിലെ അച്ഛനാ നിങ്ങൾ. എനിക്കൊരു പേടിയായി പോയി. ഇപ്പൊ സംസാരവും നോട്ടവും പേടി. അപ്പൊ എന്റെ കരുത്താൽ ഒരു മാലയും കിടപ്പുണ്ട്, എനിക്കൊരു ഭയമായിരുന്നു. അന്നേരം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ പള്ളിയിൽ അച്ഛനാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും അറിയത്തില്ല ഇത് ആരാണ്, ഇവിടെ എല്ലാം ക്രിസ്ത്യൻസ്, ഇവിടെ ഒന്ന് അന്വേഷിച്ചാട്ടെ എന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ കർത്താവിനെ ഹൃദയത്തിൽ പറഞ്ഞു, കർത്താവെ എനിക്ക് ഭയം വരുന്നു, എനിക്ക് ഒന്നും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ വരുന്നു, ഇദ്ദേഹം ആരാണെന്ന് അറിയുന്നില്ല. ഇത്രയും പറഞ്ഞു തീരുക ഈ വ്യക്തി സ്പീഡ് വിട്ട് സ്കൂട്ടറിൽ ഒരു മനുഷ്യരോട് ചോദിച്ചതുമില്ല, സ്പീഡില്ല സ്കൂട്ടർ വിട്ടങ്ങ് പോവുകയും എന്റെ കണ്ണിൽ നിന്ന് മറയുകയും ചെയ്തു. എനിക്കങ്ങ് ഒരുപാട് ആശ്വാസം അന്നേരം ഉണ്ടായത്. അത്രയ്ക്ക് ഞാൻ ഭയന്നു പോയി. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ ഒരു ഭയം, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭയം നമ്മളെ വല്ലാതെ അലട്ടുന്നതാണ്. എന്നാൽ ആ ഭയത്തിൽ നിന്നും കർത്താവ് ഒരു ആശ്വാസം കൊടുത്തല്ലോ. പ്രാർത്ഥിക്കുന്ന കർത്താവ് വലിയൊരു അനർത്ഥം നമുക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത്, പക്ഷെ എങ്കിലും കർത്താവ് ആ ഭയത്തിൽ നിന്നും മോചനം കൊടുത്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ അമ്മ ഒത്തിരി കഷ്ടത്തിൽ കിടക്കുക, 2 വർഷമായിട്ട് കഷ്ടത്തിൽ കിടക്കുക. അമ്മ ഒത്തിരി ആരും നോക്കാനും ഇല്ല, മക്കളെല്ലാം വിദേശത്താണ്, ഒരു ഹോം നേഴ്സ്, അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുമില്ല. അമ്മയ്ക്ക് പോണം പറഞ്ഞ് കരച്ചിലും ബഹളവും ഒക്കെയാണ്. ആർക്കും പോയി ആശ്വസിപ്പിക്കാൻ പറ്റുന്നുമില്ല, എന്നെയും പിടിയല്ല ഞങ്ങളമാര്. അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഒരു ആശ്വാസം പ്രിയ മാതാവിൻ്റെ മേലുണ്ടാകട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എന്ന് പ്രിയ മാതാവിൻ്റെ മേൽ ചൊരിയുന്നതിന് നന്ദി പറയുന്നു. ഈ നിമിഷം തന്നെ കർത്താവെ ഞങ്ങളുടെ സഹായം ദൈവമാണല്ലോ. കർത്താവെ അങ്ങ് പരിപാലിക്കുന്നതിന് നന്ദി പറയുന്നു. ഒരു വഴി ദൈവം തുറക്കുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫാദർ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. സാക്ഷ്യമാണോ? പ്രാർത്ഥനാ വിഷയമാണല്ലോ, സാക്ഷിയല്ലേ? ബ്രദർ ക്ലാസ് അല്ല വചനം പറഞ്ഞപ്പോ 3 സഹോദരിമാര് നിന്ദിക്കപ്പെടണമെന്ന് പറഞ്ഞല്ലോ. 3 സഹോദരിമാർ. അതിനകത്ത് ഞങ്ങൾ 3 പേരാ. ഞങ്ങളുടെ അമ്മച്ചി 3 വയസ്സിൽ മരിച്ചു. എനിക്ക് 3 വയസ്സുള്ളപ്പോ ചേച്ചി, ഞാൻ എൻ്റെ അനിയത്തി, ഞങ്ങൾ 3 പേരെയും എല്ലാവരുടെ മുമ്പിലും നിന്ദിക്കപ്പെടുക. സകല സമയവും ഇപ്പോഴും അങ്ങനെ തന്നെ. കൂട്ടുകൂടി വന്ന, അതായത് ഒരു വിവാഹത്തിനോ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും നിന്ദിക്കപ്പെടുക ഞങ്ങൾ സദാസമയവും. തീർച്ചയായിട്ടും കർത്താവ് തൊട്ടിരിക്കുകയാണ്. നിന്നയെ ദൈവം മാറ്റും. പരിഹാസികളുടെ നാവിനെ അടച്ച് ദൈവം അവരെല്ലാം നടുവിൽ മാനിക്കാൻ പോവാണ്. ആ വചനം ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ആലോചന കർത്താവ് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ദൈവം മാനിക്കും. കേട്ടോ? ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? അരുൺ തോമസ് ബ്രദറെ ഞാൻ കുറച്ചു നേരം ബ്രദറിനെ അൺമ്യൂട്ട് ആക്കുന്നുണ്ട്. ബ്രദറിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അരുൺ കെ തോമസ് എന്നാണ് ഞാൻ പേര് കാണുന്നത്. പറഞ്ഞു ബ്രദറെ. ഇടയ്ക്ക് എനിക്ക് വന്ന മ്യൂട്ട് മാറും, ഇടയ്ക്ക് മ്യൂട്ട് ആകുന്നുണ്ട്. എന്താ അങ്ങനെ വരുന്ന അറിയത്തില്ലല്ലോ. ഓക്കെ, ഇനി ബ്രദർ നോക്കി. അരുൺ കെ തോമസ് എന്നുള്ള പേരാണ് ഞാൻ കാണുന്നത്. ബ്രദറിന് ഇപ്പം കേൾക്കാവോ എന്നെ? ഇല്ല. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഉണ്ട്. പറഞ്ഞു. മ്യൂട്ട് മാറ്റിയ ആൾ പറഞ്ഞു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്റെ കുടുംബത്തിൽ ഭയങ്കര കഷ്ടത. എന്റെ മോൻ എന്റെ ഇടയ്ക്ക് നിന്ന് മാറി താമസിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാനിപ്പം മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ റിക്വസ്റ്റൊക്കെ നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ അയച്ചാൽ മതി. കാര്യം ഇപ്പം തന്നെ നമുക്ക് ഏകദേശം പ്രാർത്ഥന തുടങ്ങിയിട്ട് ഏകദേശം നല്ല സമയങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം പ്രാർത്ഥനാ വിഷയം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ടൈം പോരാ. ലൈവും പൊക്കോണ്ടിരിക്കുകയാണ്.
അപ്പോൾ വാട്സാപ്പിലേക്ക് അയയ്ക്കുക. നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ലൈവിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അടുത്ത ആളും പറയും. അങ്ങനെ ഇത്രയും ആളുകൾ പറയാൻ തുടങ്ങിയ സമയം നിൽക്കുമെങ്കിലും ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, മകനെ അനുഗ്രഹിക്കുന്നു, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, ഐക്യത ഉണ്ടാകട്ടെ, ഇടർച്ചകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കാരണം വാട്സാപ്പിലും ഞാൻ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ആര് പ്രാർത്ഥിക്കുന്നുള്ളതല്ല, ഇനി വാട്സാപ്പിൽ ആര് പ്രാർത്ഥിച്ചാലും കർത്താവാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ആര് പ്രാർത്ഥിക്കുന്നുള്ളതല്ല, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രെയർ റിക്വസ്റ്റുകളൊക്കെ നിങ്ങൾ വാട്സാപ്പിലേക്ക് അയയ്ക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ? മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങളെ നമ്മുടെ നടുവിൽ ചെയ്തെടുക്കാൻ ഇടയത്തീരും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സാക്ഷ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിലേക്ക് അയയ്ക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. ഇന്ന് ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അതിരുകൾ വിസ്താരമാകും, ജീവിത നിലവാരങ്ങൾ മാറും, ദൈവം അത്ഭുതമാക്കി മാറ്റും. ഇന്ന് കേൾക്കുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങളൊരു അനുഗ്രഹമായി തീരും. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും യേശു കൂടെയുണ്ട്. പടകിലെ കാറ്റ് അമരും, പടകിലെ ഇടർച്ചകൾ മാറും. യേശുവുള്ള പടക് മുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എത്ര ഇളക്കം തട്ടിയാലും എത്ര പ്രതിസന്ധി വന്നാലും വിട്ടുകൊടുക്കരുത്. നിങ്ങൾ പറയണം, യേശുവിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നത്, ഞാൻ തകരത്തില്ല, നശിക്കത്തില്ല, ഉയർച്ച പ്രാപിക്കും. മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. വൻ കാര്യങ്ങളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ ദൈവത്താൽ പ്രവൃത്തികൾ കാണുക തന്നെ ചെയ്യും. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി